ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കാണുന്നുണ്ടല്ലോ അല്ലേ? സോറി, ഓക്കെ. യെസ്, ശബ്ദമൊക്കെ ആണല്ലോ അല്ലേ? അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഇൻ ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പെഡഗോജിയിൽ പഠിക്കാനുണ്ട്. വരുന്ന LPST UPST പരീക്ഷയിൽ ഇംഗ്ലീഷ് പെഡഗോജിയിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഇൻ ലാംഗ്വേജ് ടീച്ചിങ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇന്ന്, ഇൻ ലാംഗ്വേജ് ടീച്ചിങ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവേണ്ടത്. അസസ്മെൻറ്റ് ഇവാലുവേഷനൊക്കെ ഒട്ടനവധി തവണ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സൈക്കോളജിയുടെ ഭാഗമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത് പുതിയ ടോപ്പിക്കൊന്നുമല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ടോപ്പിക്ക് തന്നെയാണ്. പക്ഷെ അത് ഇംഗ്ലീഷ് പെഡഗോജിയുടെ ഭാഗമായി വരുന്നു എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇത് ലൈവ് സെഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, വൊക്കാബുലറി ക്ലാസ്സോ? ആദ്യം തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് പെഡഗോജി കഴിഞ്ഞാൽ നമ്മൾ വൊക്കാബുലറിയിലേക്കും ഗ്രാമറിലേക്കും കിടക്കും കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിൻ്റെ മുഴുവൻ സിലബസ് ഇവിടെ കവർ ചെയ്യുന്നല്ലേ പറഞ്ഞേ. അപ്പോൾ പെഡഗോജി കഴിഞ്ഞാൽ പിന്നെ ഏതാ? ഗ്രാമർ, പിന്നെ വൊക്കാബുലറി. ഓക്കെ, റിയലി സോറി. പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് അല്ലേ? അപ്പോൾ അസസ്മെൻറ്റ്, അതുപോലെ ഇവാലുവേഷൻ. എന്താണ് അസസ്മെൻറ്റ്, എന്താണ് ഇവാലുവേഷൻ? നമ്മൾ മൂല്യനിർണ്ണയം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ? പരീക്ഷ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ കുട്ടികളിൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ലാംഗ്വേജ് ക്ലാസ്സുകളിൽ അവരുടെ ഡെവലപ്മെൻറ്റിനെ അളക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട 2 ടൂളുകളാണ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടിനെയും, വാട്ട് ഈസ് അസസ്മെൻറ്റ്, വാട്ട് ഈസ് ഇവാലുവേഷൻ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വിഭാഗത്തിൽ നിന്ന് മുമ്പ് കേട്ടിട്ട് പോലെയുള്ള പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ ആ കോണ്ടക്സ്റ്റലായിട്ട് തന്നെ, അതായത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കൂടാതെ ഈ അധ്യായത്തിൻ്റെ അവസാനം വരെ കാണുക. ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ തരും. മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതുൾപ്പെടെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ചോദ്യങ്ങൾ കൂടി ഇറ്റ്സ് പാർട്ട് ഓഫ് ദ നോട്ട്, സ്റ്റഡി നോട്ട്. ഈ നോട്ടിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ അവസാനം ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പോലും. അപ്പോൾ ആ രൂപത്തിലേക്ക് ആദ്യാവസാനം കാണാൻ ശ്രമിക്കുക. ഈ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഒറ്റ ക്ലാസ്സേ ഉള്ളൂ. ഒറ്റ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് മുഴുവൻ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ പോയിന്റിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാണ്. നമ്മുടെ സ്വന്തം ആപ്ലിക്കേഷനാണ് PSC റാങ്ക് ബുക്ക് ആപ്പ് എന്ന് പറയുന്നത്. ഇന്ന് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന, നിങ്ങൾ ഇതുവരെ കണ്ട സാധാരണ ടിപ്പിക്കൽ ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ ആപ്പാണ്. ഈ ആപ്പിൻ്റെ പ്രത്യേകത, ഇത് യുണീക്കാണ്. ഇതുപോലെ ഇത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പഠനത്തിൽ സമയം ലാഭിക്കുന്നതിന് വേണ്ടി അതായത് നമ്മൾ വീഡിയോ ക്ലാസ്, ലൈവ് സെഷൻസ്, ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ ഒരു ലൈവ് സെഷൻ കാണുമ്പോൾ ഒരുപാട് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സുകളുടെ എണ്ണം കുറച്ചിട്ട് കൂടുതലായും സ്റ്റഡി നോട്ടുകളിൽ ഫോക്കസ് ചെയ്യുകയും, അതും സ്റ്റഡി നോട്ട് വെറുതെ ചറപറ വായിക്കുകയല്ല, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് വായിക്കാനും, ആ നോട്ട് വായിക്കുന്ന സ്പോട്ടിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ചെയ്ത് പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരു കൺസെപ്റ്റാണ് സമയലാഭം, പണം ലാഭം, കൂടുതൽ റിസൾട്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, എല്ലാവരും ഇപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ കുറേ ആൾക്കാർക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്താൽ 1-2 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മുഴുവൻ നോക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു തുക, നിങ്ങൾ കടയിൽ നിന്ന് ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കുന്ന പൈസ വരുള്ളൂ, 890 രൂപ മാത്രം. അത് നിങ്ങൾ എൻ്റെ പേരിൽ ഒരു കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും 5% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോലും പോകണം ആ പൈസ. ആ തുകയ്ക്ക് നിങ്ങൾക്ക് ഒരു വലിയ എക്സ്പെൻസീവായിട്ടുള്ള, അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ 8,000-10,000 കൊടുക്കുന്ന ഒരു ആപ്പിൻ്റെ നിലവാരത്തിലേക്ക് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത്രയും സംഗതികൾ ഈ ആപ്പിലുണ്ട്. ഏത് നിലവാരത്തിൽ വേണമെങ്കിൽ ഒറ്റ തുകയ്ക്ക് +2 ലെവലോ 10th ലെവലോ LP UP എല്ലാം പഠിക്കാം. ഓക്കെ, അപ്പോൾ LP UPയുടെയൊക്കെ
ഇത് NCERT SCERT എന്ന് പറയുന്ന ഭാഗം ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്റർ മുറിച്ച് വെച്ചിട്ട് ആ ചാപ്റ്റർ അവിടെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തപ്പി നടക്കണം, ഇവിടെ തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാം, അവിടെ തന്നെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ആംഗിളിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാം. ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പഠനം പരിപൂർണ്ണമാക്കുന്നത്. അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തവരിതാ എല്ലാം ഇതിനകത്ത് ഞാൻ വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട്. എല്ലാവരും ഞാൻ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണം, ഇപ്പം തന്നെ ഞാൻ ഈ പറയുന്നൊരു കോഡ് അയച്ചിട്ട് അതിൻ്റെ നോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വായിക്കാൻ കണ്ടോ, എല്ലാം SCERT വിത്ത് SCERTയുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് എല്ലാ നോട്ട്സും ഉള്ളത്. ചോദ്യങ്ങളൊക്കെ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം, ഇതൊക്കെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ തയ്യാറാക്കിയിട്ടുള്ളതാണ്. സ്റ്റഡി ടൈം ടേബിൾ ഇപ്പോൾ LPPയുടെ പുതിയ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുകയാണ്. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഓരോ ദിവസം ടോപ്പിക്ക് തരും. ഇതുപോലെ ഇപ്പോൾ 42ാമത്തെ ദിവസം 42-ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അന്ന് പഠിക്കേണ്ട ടോപ്പിക്, അന്നത്തെ മോക്ക് ടെസ്റ്റ്, എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റുകളുണ്ട്. എല്ലാ ദിവസവും പരീക്ഷകൾ ചെയ്ത് നിങ്ങൾക്ക് പഠനം സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് സീരിയസ് ആയിട്ട് ആപ്പാണ്. ഓക്കെ, എന്നുവെച്ചാൽ ആ 6 മന്തിന് 6 മാസത്തേക്കാണ് 890 രൂപ കേട്ടോ, 6 മാസം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇതേ പൈസയ്ക്ക് തന്നെ നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാം. നിങ്ങളിത് ജാഫർ ഡിസ്കൗണ്ട് എന്നൊരു കോഡ് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 5% കുറച്ചിട്ട് തരും. ശരിക്കും 3000 രൂപയുടെ മുകളിൽ വരുന്ന ആപ്ലിക്കേഷനാണ്, വില വരുന്നതാണ്. അപ്പോൾ ഈ പൈസയ്ക്ക് തുച്ഛമായ തുകയ്ക്ക് കിട്ടുന്നതാണ്. നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അതിന് ഒരു വലിയ ടീം അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, വലിയൊരു എഡ്യൂക്കേറ്റേഴ്സിൻ്റെ നിരയുണ്ട്, ടെക്നീഷ്യൻസിൻ്റെ നിരയുണ്ട്. 20ഓളം ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ ടൈം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷനകത്ത്. അതിൽ മെൻറ്റർ സപ്പോർട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷനാണ്. ഇവാലുവേഷനും അസസ്മെൻറ്റും തമ്മിൽ എന്താ ചെറിയ വ്യത്യാസം? രണ്ടും പരീക്ഷകളാണ്, അല്ലെ, വിലയിരുത്തലുകളാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇവാലുവേഷൻ നമുക്കറിയാം, അത് ക്വാളിറ്റിയെ ജഡ്ജ് ചെയ്യുന്നു. ജഡ്ജസ് ക്വാളിറ്റിയാണ് ജഡ്ജസ് ക്വാളിറ്റി. ഒരു സംഗതിയുടെ ക്വാളിറ്റീനെ ജഡ്ജ് ചെയ്യുക. എന്നാൽ അതേ ക്വാളിറ്റീനെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സത്യത്തിൽ അസസ്മെൻറ്റ്. അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്തല്ല അസസ്മെൻറ്റും ഇവാലുവേഷൻ തമ്മിലുള്ളതോ? ഇവാലുവേറ്റ് എന്ന മൂല്യം നിർണ്ണയിക്കുകയാണ്, കഴിഞ്ഞുപോയൊരു കാര്യത്തിൻ്റെ മൂല്യം. അസസ് എന്ന് പറയുന്നത് കൃത്യമായി തിട്ടപ്പെടുത്തലാണ്, അല്ലേ? തിട്ടപ്പെടുത്തുക ഇന്ന സംഗതികൾ, എന്നിട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇവാലുവേഷൻ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, മുമ്പ് നമ്മൾ തീരുമാനിച്ച ഒരു സംഗതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയ ഒരു കാര്യത്തെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള. കൃഷ്ണകുമാർ, ഓക്കെ, താങ്ക് യു. എന്നാൽ ഇവിടെ അങ്ങനെയാണോ? അല്ല, അത് പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. ഒരു കോഴ്സിനിടയിൽ ഇങ്ങനെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട പ്രോസസ് ഓറിയൻറ്റഡ്, അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയാണ് അസസ്മെൻറ്റ്. സോ ദാറ്റ് ഈസ് പ്രോസസ് ഓറിയൻറ്റഡ്. ഇവിടെ അത് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്. എൻഡ് പ്രോഡക്റ്റിനെയാണ് അത് വില ചെയ്യുന്നത്, ഫൈനൽ പ്രോഡക്റ്റിനെയാണ്, അല്ലെങ്കിൽ ക്ലോഷറാണ്, അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റിനെയാണ് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ എൻഡ് പ്രോഡക്റ്റിനെയാണ് ഇവാലുവേഷൻ എന്ത് ചെയ്യുന്നത്? അസസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വാല്യൂ ചെയ്യുന്നത്, ഗ്രേഡ് ചെയ്യുന്നത്. പഠനത്തിൽ നമ്മൾ പാസ് ആക്കുന്നതും ഫെയിലാക്കുന്നതും A+ കൊടുക്കുന്ന A+ ഗ്രേഡിംഗ് സിസ്റ്റമൊക്കെ ഈസ് പാർട്ട് ഓഫ് ഇവാലുവേഷൻ, അല്ലേ? പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും ഗ്രേഡ് കൊടുക്കുന്നതും ജയിപ്പിക്കുന്നതും തോപ്പിക്കുന്നതും ഇതൊക്കെ ഇവാലുവേഷൻ്റെ ഭാഗം. ഒരു ഇവാലുവേഷൻ നടത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. അസസ്മെൻറ്റിൽ അത് വരില്ല, ബിക്കോസ് ഇറ്റ് ഈസ് പ്രോസസ് ഓറിയൻറ്റഡ്. ഓക്കെ, ദിസ് ഈസ് പ്രോസസ് ഓറിയൻറ്റഡ്. അപ്പോൾ ഒറ്റ വാക്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഇവാലുവേഷൻ ആൻഡ് അസസ്മെൻറ്റ്, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇവാലുവേഷൻ ആൻഡ് അസസ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുക്കി പറയാൻ പറ്റുന്ന പോയിന്റുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവാലുവേഷൻ മീൻസ് that judges quality based on predetermined object and based on end product or final or closure, otherwise which is related with the product, which is product oriented, or in the case of the study പഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാസ് ഫെയിൽ അല്ലെങ്കിൽ A+ ഗ്രേഡിംഗ് ഈസ് ഓൾസോ included
in evaluation. എന്നാൽ അതേസമയം അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവ്സ് ക്വാളിറ്റി, which is improving quality, which is the process of improving quality. This is a process of ongoing. This is an ongoing process or process oriented. ഇത് പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ മറക്കരുത്, ഇവാലുവേഷൻ ജഡ്ജസ് ക്വാളിറ്റി, ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റ്, എൻഡ് പ്രോഡക്റ്റ്, അതായത് ഫൈനൽ ക്ലോഷർ, പ്രോഡക്റ്റ് ഓറിയൻറ്റഡ്, പഠനത്തിൽ പാസിങ്ങും ഫെയിലിങ്ങും ആൻഡ് A+ ഗ്രേഡിങ്. അതേസമയം അസസ്മെൻറ്റ് ഇംപ്രൂവ്സ് ക്വാളിറ്റി, ഓൺഗോയിങ് ആണ്, പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് വാട്ട് ഈസ് അസസ്മെൻറ്റ് ഒന്നുകൂടെ ഡീപ്പായി നോക്കാം. എങ്ങനെ അവിടുന്ന് ചോദ്യങ്ങൾക്കുള്ള സാധ്യതയും നമുക്കൊന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് അസസ്മെൻറ്റ്? ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻഡ് മെഷറിംഗ് ആൻ ഇൻഡിവിജ്വൽസ് അച്ചീവ്മെൻറ്റ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ അച്ചീവ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അസസ്മെൻറ്റ്. നമ്മൾ ആദ്യം അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവാലുവേഷൻ പഠിക്കും. കാരണം ഇവാലുവേഷൻ ഒരു എൻഡ് പ്രോഡക്റ്റാണ് അല്ലേ? ഒരു എൻഡ് പ്രോഡക്റ്റിനെ വാല്യൂ ചെയ്യുന്ന പരിപാടിയാണ് ഇവാലുവേഷൻ. അതുകൊണ്ട് നമുക്ക് രണ്ടാമത് പഠിക്കാം. ആദ്യം നമുക്ക് അസസ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു തരം ഇവാലുവേഷനാണ്. മെഷറിങ് ആൻ ഇൻഡിവിജ്വൽസ് അച്ചീവ്മെൻറ്റ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ അച്ചീവ്മെൻറ്റിനെ, നേട്ടത്തെ അളക്കുന്ന പ്രക്രിയയാണ് അസസ്മെൻറ്റ്. ടിപ്പിക്കലി ഡൺ വിത്ത് അസസ്മെൻറ്റ് ടൂൾസ് സച്ച് ആസ് അസൈൻമെൻറ്റ്സ്. സാധാരണ നമ്മൾ അസൈൻമെൻറ്റുകൾ കൊടുത്തിട്ടും അല്ലെങ്കിൽ ചെറിയ പരീക്ഷകളൊക്കെ നടത്തിയിട്ടുമാണ് അസസ്മെൻറ്റുകൾ നടത്താറുള്ളത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ നേട്ടം വിലയിരുത്തുന്നതിനും അളക്കുന്നതിനുമായുള്ള പ്രക്രിയയാണ് വിലയിരുത്തൽ അഥവാ അസസ്മെൻറ്റ്. മലയാളത്തിലത് വിലയിരുത്തൽ, ദാറ്റ് മീൻസ് അസസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് അസസ്മെൻറ്റ്? ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻഡ് മെഷറിംഗ് ആൻ ഇൻഡിവിജ്വൽസ് അച്ചീവ്മെൻറ്റ്, ടിപ്പിക്കലി ഡൺ വിത്ത് അസസ്മെൻറ്റ് ടൂൾസ് സച്ച് ആസ് അസൈൻമെൻറ്റ്സ് ഓർ എക്സാമിനേഷൻസ്. ഒരു വ്യക്തിയുടെ നേട്ടം വിലയിരുത്തുന്നതിനും അളക്കുന്നതിനുമായിട്ടുള്ള പ്രക്രിയയാണ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ വിലയിരുത്തൽ. ഗോട്ട് ഇറ്റ്? വിവിധ തരത്തിലുള്ള അസസ്മെൻറ്റുകളുണ്ട്. പ്രധാനമായും നമ്മളിതിനെ 3ആയി തിരിക്കുന്നു. ഇതെപ്പോഴും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ കാണാറുള്ള ഒന്നാണ്. ഏതൊക്കെയാണ് വിവിധ തരം അസസ്മെൻറ്റുകൾ? ഒന്ന്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ശ്രദ്ധിക്കുക, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. 2, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. 3, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. അപ്പോൾ ഓഫ്, ഫോർ, ആസ്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠനത്തെ വിലയിരുത്തലാണ്. പഠനത്തെ വിലയിരുത്തുന്നതാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. പഠനത്തിനായുള്ള വിലയിരുത്തലാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. വിലയിരുത്തൽ തന്നെ പഠനം എന്ന അർത്ഥത്തിലാണെങ്കിൽ അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ഗോട്ട് ഇറ്റ്? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓൾറെഡി നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ട് ഇത് വരുന്നതെന്ന് മാത്രം. മലയാളത്തിൽ നിങ്ങൾ പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം. ഓക്കെ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. എന്താണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്? എന്താ? പഠനത്തെ വിലയിരുത്തൽ. ദാറ്റ് ഈസ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. അതുതന്നെയാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് അല്ലേ? ഇറ്റ് ഫോക്കസസ് ഓൺ വാട്ട് സ്റ്റുഡൻറ്റ് ഹാസ് ലേൺഡ് അറ്റ് ദ എൻഡ് ഓഫ് എ യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ, ഒരു കോഴ്സിൻ്റെ അല്ല കേട്ടോ, ഒരു യൂണിറ്റിൻ്റെ എൻഡ് ഓഫ് എ യൂണിറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അറ്റ് ദ എൻഡ് ഓഫ് എ ഗ്രേഡ് ലെവൽ, ഒരു ഗ്രേഡ് ലെവലിൻ്റെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ എൻഡിൽ എന്താണ് കുട്ടി പഠിച്ചത് എന്ന് ഫോക്കസ് ചെയ്യുന്നതാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഒരു നിശ്ചിത കാലയളവിന് ശേഷം എത്രത്തോളം പഠിച്ചു, ഒരു നിശ്ചിത കാലയളവിന് ശേഷം കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു. ബേസിക്കലി അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ കോഴ്സാണോ? ഒരിക്കലുമല്ല. ഒരു പഠന പ്രക്രിയയുടെ ഇടയിൽ നടക്കുന്ന പരിപാടിയാണ് അല്ലേ? ഒരു കോഴ്സാണ്, ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു കോഴ്സാണെന്ന് വിചാരിക്കാം. അതിൻ്റെ ഇടയിലാണ് അസസ്മെൻറ്റ്സുകൾ നടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രേഡിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന നോർമലി യൂണിറ്റിൻ്റെ ഒക്കെ അവസാനം എത്രത്തോളം പഠിച്ചു എന്ന് വിലയിരുത്തുക. കാരണം എത്ര പഠിച്ചു എന്ന് വിലയിരുത്തിയാലേ അതിനൊരു ഫീഡ്ബാക്ക് കൊടുത്തിട്ട് നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. ഇറ്റ്സ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് സ്റ്റുഡൻറ്റ് ലേണിംഗ് സ്കിൽ അക്വിസിഷൻ. അതായത് കുട്ടിയുടെ സ്റ്റുഡൻറ്റ് ലേണിങ്ങിനും അതുപോലെ സ്കിൽ അക്വിസിഷൻ എത്രമാത്രം ഉണ്ട്
ആൻഡ് അക്കാദമിക് അച്ചീവ്മെൻറ്റ് അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ഡിഫൈൻഡ് ഇൻസ്ട്രക്ഷൻ പീരീഡ്. ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻ പീരീഡിൽ കുട്ടി ഒരു പ്രത്യേക ബോധന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ കുട്ടി പഠിച്ചു എന്നറിയാൻ പറ്റും. ടിപ്പിക്കലി അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോജക്റ്റ്. പലപ്പോഴും അതൊരു പ്രോജക്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെയോ ഒക്കെ ഒരു സെമസ്റ്ററിൻ്റെയോ പ്രോഗ്രാമിൻ്റെയോ സ്കൂൾ ഇയറിൻ്റെയോ ഒക്കെ എൻഡിലാവാം ഈ സംഭവം നടക്കുന്നത്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് നടക്കുന്നത്. നോർമൽ ക്ലാസ്സിൽ ഒരു യൂണിറ്റിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ അവസാനത്തിലാവാം. എന്നാൽ ചില ഘട്ടങ്ങളിൽ അതൊരു കോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്പെസിഫൈഡായ ഒരു സമയ കാലഘട്ടത്തിൽ നടക്കുന്ന കോഴ്സാണ്. മൊത്തത്തിലുള്ള എന്താ പറയുക, ഇവാലുവേഷനും തമ്മിൽ കൺഫ്യൂഷനായി പോകാൻ പാടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ സെമസ്റ്ററുകളാവാം. സെമസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു കോഴ്സിൻ്റെ ഒരു എന്താ പറയുക സർട്ടിഫിക്കറ്റ്, ഒരു ഗ്രേഡിങ് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള അതിൻ്റെ ഭാഗങ്ങളാണ് സെമസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാംസൊക്കെ. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഒരു സ്കൂൾ ഇയർ അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ഒരു ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 3 വർഷമാണ്, ഇയേഴ്സാണ്. അപ്പോൾ എൻഡ് ഓഫ് ഇയേഴ്സിൽ നടക്കുന്നതാവാം. ഇതൊക്കെ അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിൽ വരാം. അപ്പോൾ ഹിയർ ദ ടീച്ചർ, സ്റ്റുഡൻറ്റ് ആൻഡ് ദി പാരൻസ് നോ ഹൗ വെൽ ഈച്ച് സ്റ്റുഡൻറ്റ് ഹാസ് കംപ്ലീറ്റഡ് ദ ലേണിംഗ് ടാസ്കസ് ആൻഡ് ആക്ടിവിറ്റീസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഒരു പാരൻറ്റിനും ടീച്ചർക്കും എത്രമാത്രം കുട്ടി ലേണിംഗ് ടാസ്കുകൾ ആക്ടിവിറ്റീസ് പഠിച്ചു, എത്രമാത്രം നന്നായി ചെയ്യുന്നു എന്ന് പാരൻസിനും ടീച്ചേഴ്സിനും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ പ്രിൻഷ, വിഷ്ണുപ്രിയ? ഇറ്റ് ഫോക്കസ് ഓൺ വാട്ട് സ്റ്റുഡൻറ്റ് ഹാസ് ലേൺഡ് ദി എൻഡ് ഓഫ് ദി യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ, യൂണിറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ദി എൻഡ് ഓഫ് ദ ഗ്രേഡ് ലെവൽ. അപ്പോൾ ഇവിടെ ഒരു ടീച്ചർക്ക് അല്ലെങ്കിൽ ഒരു പാരൻറ്റിന് കുട്ടി എത്രമാത്രം പഠിച്ചു അല്ലേ, എത്രമാത്രം ലേണിംഗ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തു, എത്രമാത്രം ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായി അല്ലേ? അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിനെ കുറിച്ച് ധാരണ കിട്ടി. ഓക്കെ, ഇനി മുമ്പോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി അഡീഷണലായിട്ട് പറയാം. ആരാണ് ഈ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഇത് നടത്തുന്നത്? ആരായിരിക്കും? അധ്യാപകരാണല്ലോ, ബൈ ടീച്ചേഴ്സ്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദി ടീച്ചേഴ്സ്. ഈ ഭാഗത്തും നമ്മൾ ഗ്രേഡിങ്ങുകൾ നടത്താറുണ്ട്. കുട്ടികളുടെ നേട്ടത്തെ അവരുടെ നിലവാരവുമായിട്ട്, അവരുടെ സ്റ്റാൻഡേർഡുമായിട്ട് എന്ത് ചെയ്യുന്നു, അവർ കുട്ടികളുടെ അച്ചീവ്മെൻറ്റിനെ അവർ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പാരിസൺ നടത്തും. കമ്പയർ ചെയ്യുന്നത് ഈ ഭാഗത്ത്, അതായത് അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ഫലം, റിസൾട്ട് എന്ന് പറയുന്നത് പാരൻസും അതുപോലെ കുട്ടികളുമായിട്ടും ഡിസ്കസ് ചെയ്യും. ഒരു കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ടിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ നമ്മൾ ആരുമായിട്ട് ഡിസ്കസ് ചെയ്യും? കുട്ടികളായിട്ട് മാത്രമല്ല, പാരൻസുമായിട്ട് അല്ലേ ഡിസ്കസ് ചെയ്യും. ഒരു യൂണിറ്റിൻ്റെയോ ടേമിൻ്റെയോ നിശ്ചിത കാലയളവിൻ്റെയോ അവസാനം ഇത് നടത്തും. ഒരു യൂണിറ്റിൻ്റെ അവസാനം നടത്തും അല്ലേ, യൂണിറ്റിൻ്റെ അവസാനം നടത്തും, ഒരു ടേമിൻ്റെ അവസാനം നടത്തും, ഏതെങ്കിലും ഒരു പീരീഡ് ഓഫ് അല്ലേ ഇൻസ്ട്രക്ഷൻ്റെ, ഒരു പീരീഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ എൻഡിലും ഇത് നടത്തും. എന്ത്? അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഇനി 2 അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ്. പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായി നടത്തുന്ന വിവിധ ഇടപെടലുകളും വിലയിരുത്തലും ഫീഡ്ബാക്ക് നൽകലുമാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഒന്ന് നമ്മൾ ഓരോന്നിൻ്റെ എൻഡിൽ, ഓരോ യൂണിറ്റിൻ്റെയൊക്കെ എൻഡിലാണ് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ആ പ്രോസസ്സിനിടയിലാണ് എന്ത് ചെയ്യുന്നത്? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് നടക്കുന്നത്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ഓഫ് പഠനത്തിൻ്റെ പഠിച്ചതിൻ്റെ, ഇവിടെ ഫോർ പഠിക്കാൻ വേണ്ടിയുള്ള അല്ലേ, അപ്പോൾ അത് ആ പ്രോസസ്സിലാണല്ലോ നടക്കുക. ഇറ്റ് ഈസ് എൻ ഓൺ ഗോയിങ്, ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് അസസ്മെൻറ്റ്. അപ്പോൾ ഓൺ ഗോയിങ് അസസ്മെൻ്റ് ആണ് ദറ്റ് അലോസ് ടീച്ചേഴ്സ് ടു മോണിറ്റർ സ്റ്റുഡൻസ് ഓൺ ഡേ ടു ഡേ ബേസിസ്. നോട്ട് ദ പോയിന്റ്. ഡേ ടു ഡേ ബേസിസിൽ ടീച്ചേഴ്സിന് കുട്ടികളെ മോണിറ്റർ ചെയ്യാനുള്ള ഓൺ ഗോയിങ് അസസ്മെൻ്റ് ആണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. നോക്കൂ, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ഡേ ടു ഡേ
പഠനത്തിൽ ഡേ ടു ഡേ ബേസിസിൽ അടിസ്ഥാനത്തിൽ ടീച്ചേഴ്സിന് കുട്ടികളെ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, അത് മലയാളത്തിലാണെങ്കിൽ ദൈനംദിനാടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ നിരീക്ഷിക്കാൻ അധ്യാപകരെ അനുവദിക്കുന്ന ഒരു നിരന്തരമായ വിലയിരുത്തലാണ്, ഓൺഗോയിങ് അസസ്മെൻ്റ് ആണ്, നിരന്തരമായ വിലയിരുത്തലാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ടു ഐഡൻറ്റിഫൈ ദെയർ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ് ആൻഡ് ടാർഗറ്റ് ഏരിയസ് ദറ്റ് നീഡ് വർക്ക്. ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് എവിടെയാണോ സ്ട്രെങ്ത്ത്, അതുപോലെ എവിടെയാണോ വീക്ക്നെസ്, ഒരേ സമയം കുട്ടിയുടെ കഴിവുകളെയും പോരായ്മകളെയും ആൻഡ് ടാർഗറ്റ് ഏരിയാസ് ദ നീഡ് വർക്ക്, അവർ പ്രത്യേകിച്ച് വർക്ക് ചെയ്യേണ്ട ഏരിയകളെക്കുറിച്ചും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് സഹായിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് ഓൺ ഗോയിങ് ഫീഡ്ബാക്ക്. അപ്പോൾ ഒരു ഓൺ ഗോയിങ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന വേർഡ് ശരിക്കും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടത് ശ്രദ്ധിക്കണം. അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിലാണ് കൃത്യമായ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുക. ഞാൻ നേരത്തെ ഫീഡ്ബാക്ക് ഇവിടെ യൂസ് ചെയ്തെങ്കിൽ കൂടിയും അത് നിങ്ങൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന വേർഡ് അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങുമായിട്ട് കണക്ട് ചെയ്യണം. ആദ്യം പഠിച്ച അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണ്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഈസ് യൂണിറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ ഓഫ് യൂണിറ്റിൻ്റെ എൻഡിൽ, അല്ലെ ഗ്രേഡ് ലെവലിൻ്റെ എൻഡിലുള്ളതാണെങ്കിൽ ഓൺ ഗോയിങ് പ്രോസസ്സിൽ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് സത്യത്തിൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ്, അല്ലേ? ഇനി പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിക്കുക. കുട്ടികളുടെ പ്രകടനം, പഠന തെളിവുകൾ, അധ്യാപികയുടെ നിരീക്ഷണം, കുട്ടികളുമായുള്ള ചർച്ച എന്നിങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ വിവരം ശേഖരിച്ചാണ് ഇത് വിലയിരുത്തുക. റിട്ടൺ ആയിട്ടും ഓറലായിട്ടുള്ള ഫീഡ്ബാക്ക് ഷുഡ് ബി ഗിവൻ ടു ചിൽഡ്രൻ. ഇറ്റ് ഹാസ് ടു ബി പോസിറ്റീവ്. അപ്പോൾ കുട്ടികൾക്കുള്ള ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫീഡ്ബാക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫീഡ്ബാക്ക് കുട്ടികൾക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം? ഓറലായിട്ടും കൊടുക്കാം, റിട്ടൺ ആയിട്ടും കൊടുക്കാം. ഓക്കെ, ഫീഡ്ബാക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഓറലായിട്ടും കൊടുക്കാം, റിട്ടൺ ആയിട്ടും കൊടുക്കാം. ലിഖിതമായോ വാചികമോ ആയിട്ട് ഫീഡ്ബാക്ക് കുട്ടികൾക്ക് നൽകണം. അത് പോസിറ്റീവായിരിക്കും വേണം. അപ്പോഴല്ലേ ഇത് പ്രോഗ്രസ് മുമ്പിലേക്ക് പോവുള്ളൂ. ഫീഡ്ബാക്ക് കൊടുക്കണം, ബട്ട് ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്. ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്. ഇറ്റ് ഹാസ് ടു ബി പോസിറ്റീവ്. ഇനി എങ്ങനെയെല്ലാം ചെയ്താൽ കൂടുതൽ മികവിലേക്ക് ഉയരാനാകുമെന്നുള്ള വ്യക്തമായ ധാരണ പകരലാണ് ഇത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. വിവരണാത്മകമാവണം. പറയുന്ന കാര്യങ്ങളെ വിവരണാത്മകമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുറ്റങ്ങളും കുറവുകളും പറയലല്ല, വെറുതെ കുറ്റവും കുറവുകളും പറയലല്ല. അത് വിവരണാത്മകമാണ്. എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, ഞാനൊരു ചോദ്യം തരാം അവിടെ. ഇതൊരു കേട്ടിട്ട് ക്വസ്റ്റ്യനാണ്. വർക്ക് ഷീറ്റ്സ് and models supplied by Sharada teacher helped Geedu in overcoming the difficulties, and she easily found the result of scientific experiments. The scaffolding provided by the teacher belongs to which type of evaluation? എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണോ, ആസ് ലേണിംഗ് ആണോ, ഫോർ ലേണിംഗ് ആണോ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണോ? ഇതിലേതായിരിക്കും ശരി ഉത്തരം? ഒരു ടീച്ചർ, ശാരദ ടീച്ചർ ഗീതുവിനെ എങ്ങനെ സഹായിച്ചത്? വർക്ക് ഷീറ്റുകളും മോഡൽസും കൊടുത്തിട്ടുണ്ട്. ആൻസർ പറയും എല്ലാവരും. ഇൻ ഓവർകമ്മിങ് ദ ഡിഫിക്കൽറ്റീസ്, ആ കുട്ടിയുടെ ബുദ്ധിമുട്ടുകളെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹായം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഷീ ഈസിലി ഫൗണ്ട് ദ റിസൾട്ട് ഓഫ് സയൻറ്റിഫിക് എക്സ്പീരിയൻസ്. അതിൻ്റെ റിസൾട്ട് കുട്ടിയുടെ ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ കാണാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ടീച്ചർ കൊടുത്തതിൻ്റെ സഹായമാണതല്ലേ സ്കഫോൾഡിങ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് സ്കഫോൾഡിങ്. ഒരു സ്കഫോൾഡിങ് അല്ലേ, കുട്ടീൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്ന ഒരു സഹായം, കൈത്താങ്ങാണ് സ്കഫോൾഡിങ്. അപ്പോൾ ഇവിടെ പ്രൊവൈഡ് ബൈ ദ ടീച്ചർ കൊടുത്ത കൈത്താങ്ങ്. ആ കൈത്താങ്ങ് ഏത് ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ്? നമ്മളറിയാം, നമ്മളിപ്പോൾ പഠിച്ചു അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിച്ച് കഴിഞ്ഞതിൻ്റെ അസസ്മെൻ്റ് ആണ്. ഇവിടെ പഠിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്. അതുകൊണ്ട് അത് ഫോർ ലേണിംഗ് ആയിരിക്കും അല്ലേ.
ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി. ഇത് നിങ്ങളെല്ലാവരും ആൻസർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഇതൊരു PYQ ആണ്. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചു. വെരി ഗുഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളിത് മനസ്സിലാക്കി എന്നുള്ളത്. വാട്ട് ഈസ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് നിങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോരാം. വാട്ട് ഈസ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്? വിലയിരുത്തൽ തന്നെ പഠനം. വിലയിരുത്തൽ തന്നെ പഠനം. ഇതിനൊറ്റ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ്സ് എ സെൽഫ് അസസ്മെൻറ്റ്. ഇത് പ്രധാനമായും സ്വയം വിലയിരുത്തലാണ്. താൻ ചെയ്ത പ്രവർത്തനത്തിലൂടെ സ്വയം വിമർശനാത്മകമായി കടന്നു പോകുന്ന ഒരു പഠിതാവ് തൻ്റെ മികവുകളും പരിമിതികളും തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണിത്. അല്ലേ? ആത്മവിമർശനാത്മകമായി സെൽഫ് അസസ്മെൻറ്റിലൂടെ സ്വന്തമായി സ്വയം തിട്ടപ്പെടുത്തിക്കൊണ്ട് തൻ്റെ മികവുകളെ മനസ്സിലാക്കി പരിമിതികളെ തിരിച്ചറിഞ്ഞിട്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു പ്രക്രിയ. ദാറ്റ് ഈസ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, വിലയിരുത്തൽ തന്നെ പഠനം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സ്റ്റുഡൻസ് ഡെവലപ്പ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് എഫിക്കസി when they use teacher peer self-assessment feedback to make adjustments, improvements and changes to what they understand. അവരെന്താണോ മനസ്സിലാക്കിയത്, ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ സ്റ്റുഡൻസ് ഡെവലപ്പ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് എഫിക്കസി when they use ടീച്ചറിൻ്റെയും സെൽഫ് അസസ്മെൻറ്റിൻ്റെയും സെൽഫ് അസസ്മെൻറ്റുമായി ഭാഗമായി കിട്ടുന്ന ഫീഡ്ബാക്കിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് അവർ സ്വയം ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും മനസ്സിലാക്കാനില്ല. ഈ പറഞ്ഞ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് എ സെൽഫ് അസസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 3 തരത്തിലുള്ള അസസ്മെൻറ്റുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും കുറേ തരത്തിലുള്ള ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അസസ്മെൻ്റ് എന്താണെന്ന് പഠിച്ചു, വിവിധ തരത്തിലുള്ള അസസ്മെൻറ്റുകൾ പഠിച്ചു. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ഫോർ ലേണിംഗ് ആൻഡ് ആസ് ലേണിംഗ്. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് എന്ന് പറയുന്ന വേറെ ഏതാനും ചില ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ്സ് ഉണ്ട്. അതിലൊന്ന് ഡയഗ്നോസ്റ്റിക് ആണ്, പിന്നെ ഒന്ന് ഇവാലുവേറ്റീവ് ആണ്. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഒന്ന് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്. ഞാൻ പ്രധാനപ്പെട്ട 3 മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഡയഗ്നോസ്റ്റിക്, ഇവാലുവേറ്റീവ്, പോർട്ട്ഫോളിയോ. നമുക്ക് ആവശ്യമുള്ളത് വാട്ട് ഈസ് ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ റേഞ്ച് ഓഫ് അസസ്മെൻറ്റ് അപ്രോച്ചസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി ഡിഫറെൻറ്റ് റീസൺസ് ഓഫ് വേരിയസ് സ്റ്റേജസ് ഓഫ് ദ ലേണിംഗ് സീക്വൻസ്. പഠന പ്രക്രിയയിൽ വിവിധ തരത്തിലുള്ള അസസ്മെൻറ്റ് ടൈപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡയഗ്നോസ്റ്റിക് അസസ്മെൻ്റ് ആണ്. അപ്പോൾ എന്താ നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് അസസ്മെൻ്റ് എന്ന് നോക്കിയാലോ? എന്താണ്? ഇതിൻ്റെ കമൻസ് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, എവിടെ ദിവ്യ, എവിടെ പോരായ്മ? ഞാനിപ്പോഴാണ് മെസ്സേജ് കണ്ടത്. തൊട്ട് മുമ്പത്തെ അസസ്മെൻറ്റ് ആസ് ലേണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ അതെ, പോരായ്മകൾ. ഇറ്റ്സ് സെൽഫ് അസസ്മെൻ്റ് അല്ലേ? സ്വാഭാവികമായി തൻ്റെ കുറവുകളിലെ തൻ്റെ പരിമിതികളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും, തീർച്ചയായിട്ടും. അപ്പോൾ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റിൽ വാട്ട് ഈസ് ഡയഗ്നോസ്റ്റിക്, ഇത് നമുക്ക് ആഴത്തിൽ ഇവിടെ പഠിക്കേണ്ടതില്ല, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് പറഞ്ഞാൽ നിദാനശോധകം, നമ്മളതിൻ്റെ മലയാളം അല്ലേ, ഇസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത്, വ്യക്തിയുടെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഇൻഫോം നെക്സ്റ്റ് സ്റ്റെപ്സ്. കുട്ടികളുടെ വ്യക്തിയുടെ സ്ട്രെങ്ത്സ്, അതുപോലെ ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമായ ഏരിയകൾ, ഇത് കണ്ടെത്തുന്നതിനായിട്ട് നടത്തുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക്. ഇവാലുവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈസ് കൺസേൺഡ് വിത്ത് ഓവർ ആർച്ചിങ് പെർഫോമൻസ്. ഓവർ മീൻസ് എല്ലാത്തിനും ഉപരിയായിട്ടുള്ള പെർഫോമൻസ് ഓഫ് ദ അറേഞ്ച്മെൻറ്റ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ സിസ്റ്റം. സാധാരണ ഒരു സ്കൂളിലൊക്കെ ഇവാലുവേറ്റീവ് അസസ്മെൻറ്റ് എല്ലാത്തിനും മുകളിലായിട്ടുള്ള, അത് സമഗ്രമായിട്ടുള്ള എന്താ പറയുക, വിലയിരുത്തൽ, അതാണ് ഇവാലുവേറ്റീവ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് എവിടെയാണോ പോരായ്മയുള്ളത് ആ പോരായ്മകൾ കണ്ടെത്തിയിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളുടെ സ്ട്രെങ്ത് കണ്ടെത്തുക, കുട്ടികളുടെ കഴിവ് എവിടെയുള്ളത്, കഴിവ് കുറവ് എവിടെയുള്ളത്, അതിനെ നേരത്തെ വിലയിരുത്തുന്നതാണ് നിദാനശോധകം, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. കുറവും കഴിവും അറിയില്ലേ? തീർച്ചയായിട്ടും ഷിജി.
ഇനി ഇവാലുവേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതൊരു ഓവർ ആർച്ചിങ് പെർഫോമൻസ് ആണ്. മൊത്തത്തിലുള്ള പെർഫോമൻസിൻ്റെ വിലയിരുത്തലാണ് ഈ ഇവാലുവേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതും ഈ പറഞ്ഞതുപോലെ ഒരു സമഗ്രമായ വിലയിരുത്തലാണ് ഈ പോർട്ട്ഫോളിയോ എന്നത്. ഓൾ ദ പ്രോഡക്ട്സ് ഓഫ് ദ ലേണിംഗ് ആക്ടിവിറ്റീസിലെ മുഴുവൻ കാര്യങ്ങളെയും മനസ്സിലാക്കുന്നത്. ഇതിലെല്ലാം അല്ലേ, അതായത് ഓൾ ദ പ്രോഡക്ട്സ് ഓഫ് ദ ലേണിംഗ് ആക്ടിവിറ്റീസ് ഹാവ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പോർട്ട്ഫോളിയോ ആൻഡ് അസസ്ഡ്. ഒരു പോർട്ട്ഫോളിയോയിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മൾ ഈ KG ക്ലാസ്സുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ പ്രത്യേകിച്ച് ഷെൽഫിൽ ഇങ്ങനെ കുറേ ഫയൽ വെച്ചിരിക്കുന്നത് കാണാം അല്ലേ. ഓരോന്ന് പോർട്ട്ഫോളിയോസാണ്. ഓരോ ആൾക്കും ആ കുട്ടിയുടെ മുഴുവൻ ആക്ടിവിറ്റീസിന് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഈ പറയുന്ന പോർട്ട്ഫോളിയോസിലാണ്. അപ്പോൾ ഈ പോർട്ട്ഫോളിയോ ഈസ് എ കളക്ഷൻ ഓഫ്, ഇവിടെ ശ്രദ്ധിക്കണേ, എ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിൽ കുട്ടി ചെയ്ത മൊത്തം പ്രവർത്തനങ്ങളുടെ ഒരു ശേഖരമാണ്, കളക്ഷനാണ് സത്യത്തിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ബി ഡേ ടു ഡേ വർക്ക്, അത് ദൈനംദിന വർക്ക് ആവാം, അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് ദി ലേണേഴ്സ് ബെസ്റ്റ് പീസ് ഓഫ് വർക്ക്, അല്ലെങ്കിൽ ആ കുട്ടി ആ പഠന കാലയളവിൽ ചെയ്ത ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വർക്കുകളുടെ ശേഖരമാവാം. എനിക്ക് നിങ്ങളുടെ കൊമൻസുകൾ കാണാൻ പറ്റാത്തതിൽ വലിയൊരു പ്രതിസന്ധിയുണ്ട്. ഓരോ തവണയും ഞാൻ റീഫ്രഷ് ചെയ്യുമ്പോഴേ നിങ്ങളുടെ കമൻറ്റ് എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. യൂസിങ് എ പോർട്ട്ഫോളിയോ ടീച്ചർ ക്യാൻ അസസ് എ ചൈൽഡ്. ഒരു പോർട്ട്ഫോളിയോയുടെ ഭാഗമായി എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചർക്ക് കുട്ടീനെ അസസ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓരോ കാലയളവിനുള്ളിൽ കുട്ടി ചെയ്ത മുഴുവൻ വർക്കുകളെയും ഒരു പോർട്ട്ഫോളിയോയിൽ വെച്ചിരിക്കുകയാണ്. അത് വെച്ചിട്ട് ടീച്ചർക്ക് കുഞ്ഞിനെ വിലയിരുത്താൻ പറ്റും. പോർട്ട്ഫോളിയോസ് കളക്ട് വർക്ക് സാമ്പിൾസ് ഓവർ ടൈം റിഫ്ലക്റ്റിംഗ് ഡെവലപ്മെൻറ്റ് ചേഞ്ചസ്. ഓരോ കാലത്തുമുള്ള ഡെവലപ്മെൻറ്റ് മാറ്റങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് വീണ്ടും അടുത്തടുത്ത പോയിന്റുകൾ പറയുന്നത്. പക്ഷേ ഇത് ഏത് ടൈപ്പിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരിക എന്നറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞ പോയിന്റിനെ വീണ്ടും മറ്റു പല രൂപത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, LPP ക്ലാസ് തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. നേച്ചർ തിങ്ക് ഓഫ് എ ഫയൽ ദറ്റ് കണ്ടെയ്ൻസ് വാട്ട് എവർ എ ചൈൽഡ് ഹാസ് റിട്ടൺ ഫോർ 1 year. ഒരു കുട്ടി ഒരു വർഷം മുഴുവനും എഴുതിയിട്ടുള്ള ഫയലുകളെ കുറിച്ച് നിങ്ങളോടൊന്ന് ചിന്തിക്കാൻ. ഇറ്റ് വുഡ് ബി എ ക്രോണോളജിക്കൽ പിക്ചർ ഓഫ് ഹൗ എ ചൈൽഡ് ഹാസ് അണ്ടർഗോൺ ദ ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ സത്യത്തിൽ കുട്ടി ആ ക്ലാസ് തുടങ്ങുമ്പോൾ എഴുതിയിട്ടുള്ള ഫയൽ, അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഫയൽ, പിന്നെ എഴുതിയിട്ടില്ല, അങ്ങനെ എൻഡിൽ കുട്ടി എഴുതിയ ഫയൽ വരെയുള്ള എല്ലാം ശേഖരിച്ച് വെക്കുമ്പോൾ ആ ഫയൽ തുടക്കം മുതൽ അവസാനം വരെ വിലയിരുത്തുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? എന്ത് മനസ്സിലാവും? ആ കുട്ടി തുടക്കത്തിൽ തുടക്കത്തിലുണ്ടായത് കാരണം ഒരു 10 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആ കുട്ടിയുടെ പോർട്ട്ഫോളിയോയുടെ ഏറ്റവും അവസാനത്തെ കളക്ഷൻ ആഡ് ചെയ്യുന്നെങ്കിൽ ആദ്യം വെച്ച കളക്ഷനിൽ നിന്ന് അവസാനത്തെ കളക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കുട്ടിയിൽ വന്ന മാറ്റം അത്ഭുതകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ രൂപത്തിലുള്ള മാറ്റം, ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ലേണിംഗ് ഈസ് നോട്ട് എ മിസ്റ്ററി. പഠനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു നിഗൂഢതയില്ല ആണോ? പഠിക്കുന്ന കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കണം എന്നാണോ? അല്ല. ഇറ്റ്സ് സം ടോട്ടൽ ഓഫ് ദ എഫേർട്സ് പുട്ട് ബൈ ദ ചൈൽഡ് ആൻഡ് ഫെസിലിറ്റേറ്റഡ് ബൈ ദ ടീച്ചർ. പഠനം എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു കുട്ടിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെ റിസൾട്ടാണ്. അത് കുട്ടിയുടെ മാത്രമല്ല, ഫെസിലിറ്റേറ്റഡ് ബൈ ദ ടീച്ചർ. ടീച്ചറുടെ സഹായത്തോടു കൂട്ടി കുട്ടി ആർജിച്ചെടുത്തിട്ടുള്ള ഇവയുടെ സം ടോട്ടലാണ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ മിസ്റ്ററി. Portfolios promote self-regulation by involving students in the assessment of their learning process. കുട്ടികളുടെ പഠന പ്രോസസ്സിൽ പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത് സെൽഫ് റെഗുലേഷൻ ആണ് തരുന്നത്. സ്വന്തമായിട്ടുള്ള ഒരു സെൽഫായിട്ടുള്ള ഒരു റെഗുലേഷൻ, നിയന്ത്രണം. ബൈ ഇൻവോൾവിങ് സ്റ്റുഡൻസ്, കുട്ടികളെ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള സെൽഫ് റെഗുലേഷനാണത് പ്രൊമോട്ട് ചെയ്യുന്നത്. പോർട്ട്ഫോളിയോസ് ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ ഡിസൈൻ. കാരണം കുട്ടികൾ അതിൻ്റെ ഡിസൈനിൽ ഭാഗമാകുന്നു, കളക്ഷനിൽ ഭാഗമാകുന്നു. ആൻഡ് ഇവാലുവേഷൻ, കുട്ടികൾ തന്നെ അതിൻ്റെ ഇവാലുവേഷൻ്റെ ഭാഗമാകുന്നു. അല്ലേ? കുട്ടികൾ തന്നെ അതിൻ്റെ ഇവാലുവേഷൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ ഇതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. 1-2 പോയിന്റുകൾ നമുക്കൊന്ന് സമപ്പ് ചെയ്ത് പറയാം.
നോക്കൂ, ഇതുപോലെ അല്ലേ പോർട്ട്ഫോളിയോസ്. ചുരുക്കി പറയുകയാണെങ്കിൽ എ പോർട്ട്ഫോളിയോ ക്യാൻ ഇൻക്ലൂഡ് ദ ഫോളോയിങ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കൊരു പോർട്ട്ഫോളിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്? ദ വർക്ക് ഡൺ ബൈ ദ ചൈൽഡ്, കുട്ടി ചെയ്ത വർക്ക്. ദ ഫീഡ്ബാക്ക് ഈസ് ഗിവൺ ബൈ ദ ടീച്ചർ, ആ വർക്കിന് ടീച്ചർ കൊടുത്ത ഫീഡ്ബാക്ക് ഇല്ലേ, അത് നമ്മളോട് സൂക്ഷിക്കണം. ദ ഒബ്സർവേഷൻസ് മെയ്ഡ് വിത്ത് ദ ചൈൽഡ് ഓൺ ഹീസ് ഓർ ഹെർ ഓൺ ലേണിംഗ്, കുട്ടി തന്നെ ആ കുട്ടിയുടെ വർക്കിനകത്ത് നടത്തിയിട്ടുള്ള ഒബ്സർവേഷൻസ്. അതുപോലെ റെക്കോർഡ് ഓഫ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൻ ബൈ ദ ചൈൽഡ് അറ്റ് ഹോം ഓർ ഔട്ട് ഓഫ് ദ ക്ലാസ് റൂം കോണ്ടെക്സ്റ്റസ്. കുട്ടി ക്ലാസ്സിനകത്തല്ലാതെ പുറത്ത് മറ്റെവിടെയും ക്ലാസ്സിന് പുറത്തോ വീട്ടിലോ ഒക്കെ ചെയ്ത വർക്കുകൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ശേഖരിക്കാൻ സാധിക്കും. ഒബ്സർവേഷൻസ് ഓഫ് എ പാരൻറ്റ് ഓർ അതർ ടീച്ചേഴ്സ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, മറ്റുള്ള ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ അതായത് ക്ലാസ്സിനകത്ത് കുട്ടീനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലാതെ പുറമേയുള്ള ടീച്ചേഴ്സ്, അതുപോലെ പാരൻസ്, ഇവരുടെയൊക്കെ പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിൻ്റെ ഭാഗമായിട്ട് പോർട്ട്ഫോളിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ പോർട്ട്ഫോളിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ പോർട്ട്ഫോളിയോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വന്നുള്ള ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തായിരുന്നു, കേട്ടിട്ടിൻ്റെ ഒരു ചോദ്യമാണ്. പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഇംഗ്ലീഷ് ലേണേഴ്സ് ബിക്കോസ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ലേണേഴ്സിന് ഈ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് അപ്രോപ്രിയേറ്റ് ആവുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാവുന്നത്? നിങ്ങൾ ഈ ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ. ഇറ്റ് ഷോസ് ദ എനർജി ഓഫ് ദ ലേണർ. ഓപ്ഷൻ ബി, ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചേഴ്സ് ടു അവാർഡ് ഇന്റേണൽ മാർക്സ്. ഓപ്ഷൻ സി, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ ലേണർ ടു ഗെറ്റ് ക്ലാസ്. ഓപ്ഷൻ ഡി, ഇറ്റ് ഹെൽപ്സ് ടു ഷോ ദ എക്സ്റ്റെൻറ്റ് ഓഫ് വർക്ക് ഡൺ. ഓക്കെ, ഒന്ന് ആൻസർ പറഞ്ഞ എല്ലാവരും. നിങ്ങൾ എന്തായിരിക്കും ഈ പറയുന്ന ഓപ്ഷനിൽ നിന്ന് ഇതിന് ആൻസർ തിരഞ്ഞെടുക്കുക? എനിക്ക് നിങ്ങൾ കമൻസ് കൃത്യമായി കാണാൻ പറ്റാത്തൊരു സൗകര്യമുണ്ട്, എങ്കിലും ഒന്ന് ആൻസർ പറഞ്ഞ് നോക്കട്ടെ. ഇടയിൽ പരസ്യം വരുന്നുണ്ടോ? പരസ്യം നമുക്ക് വലിയൊരു ശല്യമാണല്ലേ. ഷിജി, ആ പരസ്യത്തിൻ്റെ മുകളിൽ നിന്ന് അമർത്തുക, എന്നിട്ട് അങ്ങ് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ പരസ്യം കാണലുമായി, പരസ്യം കളയലുമായി. യെസ്, ഓപ്ഷൻ ഡി ആണ് എല്ലാവരും പറയുന്നത്. ആണോ? ഇറ്റ് ഷോസ് എനർജി അല്ല. ഹെൽപ്സ് ദ ടീച്ചർ ടു അവാർഡ്, അതിനാണോ നമ്മൾ പോർട്ട്ഫോളിയോ? അല്ല. ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ ലേണർ ടു ഗെറ്റ് ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇറ്റ് ഹെൽപ്സ് ടു ഷോ ദ എക്സ്റ്റെൻറ്റ് ഓഫ് വർക്ക് ഡൺ. ഒരു കുട്ടിയുടെ വർക്കിൻ്റെ പരമാവധി ആ കുട്ടി എന്ത് ചെയ്തു അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ചിലപ്പോൾ വന്നേക്കാം അല്ലേ. ഒരു കുട്ടിയുടെ മൊത്തത്തിലാകെ പ്രവർത്തനത്തിൻ്റെ ഒരു വ്യാപ്തി. ആർക്ക്? ദിവ്യയ്ക്ക് പരസ്യം വന്നില്ല ദിവ്യേ? ഇടയ്ക്ക് ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം കേട്ടോ. നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ പരസ്യമൊക്കെ വരിക അല്ലേ. ദിവ്യയൊക്കെ അത് ഇടയ്ക്ക് ഓൺലൈനിൽ മീഷോയിലൊക്കെ കയറി ഓരോ സാധനമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഓരോ സാധനത്തിൻ്റെ പരസ്യമൊക്കെ ഇടയ്ക്ക് വരും അല്ലേ. ചുരുങ്ങിയത് വല്ല കുബേർ കുഞ്ചിയെങ്കിലും വാങ്ങിക്കണം ദിവ്യ, ഇങ്ങനെയൊന്നും ആയപ്പോരാ കേട്ടോ. അപ്പോൾ അതിൻ്റെ പരസ്യം വരും. യെസ്, ആമസോണൊക്കെ വന്നാൽ പിന്നെ ആ വഴിക്ക് അങ്ങ് പോകും. വല്ല സിനിമയുടെയൊക്കെ പരസ്യം വന്നല്ല പ്രശ്നം, പിന്നെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വഴിക്ക് അങ്ങ് പോകും അല്ലേ. പിന്നെ ക്ലാസ് കാണില്ല. എന്നാൽ തൽക്കാലം നിങ്ങൾ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യണ്ട കേട്ടോ. ഇനി ഏത് പരസ്യം വന്നാലും ക്ലോസ് ചെയ്തിട്ട് ക്ലാസ്സിനകത്ത് തന്നെ ഇരിക്കും. യെസ്, അടുത്തൊരു ചോദ്യം തരട്ടെ. ഇതിൻ്റെ ഒന്ന് ആൻസർ പറഞ്ഞ് നോക്കട്ടെ. എ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് ഓൺ എ വെറൈറ്റി ഓഫ് ടാസ്ക് ത്രൂ ഔട്ട് ദ മീൻസ് ഫോർ കീപ്പിംഗ് എ റെക്കോർഡ് ഓഫ് ദി പെർഫോമൻസ് ഇസ് നോൺ ആസ്. എന്താ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ ആൻസർ എന്താ? എ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക്, കുട്ടികളുടെ വർക്കുകളുടെ ഒരു കളക്ഷനായിരിക്കും അത്. വെറൈറ്റി ഓഫ് ടാസ്ക്, അത് എല്ലാ വിവിധ തരത്തിലുള്ള ടാസ്കുകളുടെയും അത് നമ്മൾ റെക്കോർഡായി സൂക്ഷിച്ചു വയ്ക്കുകയാണ് അവരുടെ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു സംവിധാനമാണ് എന്ത്? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ഡി അല്ലേ, പോർട്ട്ഫോളിയോ. അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നാൽ ആൻസർ ചെയ്യണം. ഓക്കെ, ചിലപ്പോൾ ഇതുപോലെ ഡയറക്റ്റായിട്ട് വന്നേക്കാം. നമുക്കിനി നമ്മളിപ്പോൾ അസസ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു, വിവിധ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റുകൾ പഠിച്ചു അല്ലേ. വിവിധ തരത്തിലുള്ള അസസ്മെൻറ്റുകൾ ഏതൊക്കെയാണ് പഠിച്ചു. ഓഫും, ഫോറും, ആസും പഠിച്ചു.
കൂടാതെ നമ്മൾ ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റിനെ കുറിച്ചും പോർട്ട്ഫോളിയോനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ? യെസ്. ഇനി നമുക്ക് ഇവാലുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഇവാലുവേഷൻ? ഇവാലുവേഷൻ എന്താണെന്ന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എൻഡ് ഓഫ് ദ കോഴ്സിൽ ഉണ്ടാവുന്ന ഒരു റിസൾട്ടാണ് അല്ലേ? ഇവാലുവേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് കളക്ടിങ്, അനലൈസിങ്, interpreting information to determine the extent to which pupil are achieving instructional objects. വിദ്യാർത്ഥി എത്രത്തോളം പ്രബോധന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നുവെന്ന് നിർണ്ണയിക്കാൻ വിവരങ്ങൾ ശേഖരിക്കുക, വിശകലനം ചെയ്യുക, വ്യാഖ്യാനിക്കുക തുടങ്ങിയ വ്യവസ്ഥാപിത പ്രക്രിയയാണ് മൂല്യനിർണ്ണയം. ഓക്കെ, എന്താ പറഞ്ഞാ മോഹനോടെ ഇല്ലല്ലോ, വച്ചേക്കുന്നുണ്ടാ? യെസ്, മോനെ ഏറ്റിട്ട് നടക്കുക, വേറെ മാർഗമില്ലല്ലോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ ഉണ്ട്, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഉണ്ട്, സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്. ഫോർമേറ്റീവും സമ്മേറ്റീവും നിങ്ങൾക്ക് പെട്ടെന്ന് അല്ലേ കത്തും. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പ്ലേസ്മെൻറ്റ്, ഫോർമാറ്റീവ്, ഡയഗ്നോസ്റ്റിക് എന്ന് നോക്കാം. ഈ പ്ലേസ്മെൻറ്റ് നമുക്ക് അത്ര പ്രധാനപ്പെട്ടതല്ല. പ്ലേസ്മെൻറ്റ് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബിഫോർ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ മുന്നേ അല്ലേ, മുമ്പേയുള്ള ഓക്കെ, ടു അനലൈസ് ദ പ്രീവിയസ് നോളജ്, നേരത്തെയുള്ള അറിവ് എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ബിഫോർ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് മുന്നേയുള്ള അതാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ GMAT അതുപോലെ CAT എക്സാംസൊക്കെ ഇല്ലേ, ദിസ് അസസ്മെൻറ്റ് ക്യാൻ ബി ഡൺ ത്രൂ വേരിയസ് എൻട്രൻസ് ടെസ്റ്റസ്. എൻട്രൻസ് പരീക്ഷകൾ സത്യത്തിൽ ഇറ്റ്സ് പാർട്ട് ഓഫ് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ്റെ ഭാഗമാണ് എൻട്രൻസ് ടെസ്റ്റുകൾ അല്ലേ. GMATും CATൊക്കെ ഉദാഹരണമാണ്. ഫോർമേറ്റീവ് അസസ്മെൻ്റ് അവിടെ നിൽക്കട്ടെ. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്താ? ഇറ്റ്സ് കണ്ടക്റ്റഡ് എലോങ് വിത്ത് ദ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഈ ഫോർമേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ദിസ് അസസ്മെൻറ്റ് ഈസ് ഡൺ ത്രൂ എ ഡയഗ്നോസ്റ്റിക് റെമഡിയൽ ടെസ്റ്റ്. റെമഡിയൽ ടെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് നടത്താറുള്ളത്. ഇറ്റ് കണ്ടക്റ്റഡ് എലോങ് വിത്ത് ദ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ടു സോൾവ് സ്റ്റുഡൻസ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ലേണിംഗ്. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ടേബിൾ ക്ലിയർ ആയാലും കുഴപ്പമില്ല, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ പറയാം. ഇനി ഫോർമേറ്റീവ് അസസ്മെൻറ്റ് പറഞ്ഞാൽ ഇറ്റ് ഇസ് കണ്ടക്റ്റഡ് മോർ ദാൻ വൺസ് ഡ്യൂറിങ് ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് നമ്മൾ നടത്തുന്നതാണ് ഫോർമാറ്റീവ്. സമ്മേറ്റീവ് ഇറ്റ് ഇസ് കണ്ടക്റ്റഡ് ദി എൻഡ് ഓർ ടെർമിനൽ പോയിന്റ് ഓഫ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ എൻഡിൽ നടത്തുന്നതാണ് സമ്മേറ്റീവ്. അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഫോർമേറ്റീവും സമ്മേറ്റീവുമാണ് മനസ്സിലാക്കി വെക്കേണ്ടത് അല്ലേ. The ways of conducting such assessments include written exam at the end of the term. പൊതുവെ എൻഡ് ഓഫ് ദ ടേമിൽ പരീക്ഷയുടെ ടേം, അതായത് കോഴ്സിൻ്റെ ടേമിൻ്റെ എൻഡിൽ നടത്തുന്ന പരീക്ഷയാണ് സമ്മേറ്റീവ്. നമുക്കിതിനെ ആദ്യം ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സംരചന മൂല്യനിർണ്ണയം, അങ്ങനെയല്ലേ? സംരചന മൂല്യനിർണ്ണയമാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ടു ഐഡൻറ്റിഫൈ ദെയർ സ്ട്രെങ്സ്. കുട്ടികളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ, ആൻഡ് വീക്ക്നെസ് ആൻഡ് ടാർഗറ്റ് ഏരിയാസ് ദറ്റ് നീഡ് വർക്ക്. കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുള്ള ടാർഗറ്റ് ഏരിയകൾ, കുട്ടികളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് യൂസ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ഫാക്കൽറ്റി അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടീച്ചർ ടു റിക്കഗ്നൈസ് വേർ ദ സ്റ്റുഡൻസ് ആർ സ്ട്രഗ്ലിംഗ് ആൻഡ് അഡ്രസ് ദ പ്രോബ്ലംസ് ഇമ്മീഡിയറ്റ്ലി. കുട്ടികൾ എവിടെയാണ് കുട്ടിക്ക് പ്രശ്നമുള്ളത്, അതിന് ഏറ്റവും പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്തുക, അതിനൊക്കെയാണ് നമ്മൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ വഴി നമ്മൾക്ക് ഫോർമേറ്റീവ് ഇവാലുവേഷൻസ് നമ്മൾ നടത്തുന്നത്. ഇനി പറയുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഗെറ്റ്സ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. ഈ ഫോർമേറ്റീവ് ഇവാലുവേഷനിൽ പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടും. ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടും എവിടെ? ഫോർമാറ്റീവ് ഇവാലുവേഷനിൽ. സമ്മേറ്റീവിലല്ല, ഫോർമാറ്റീവിൽ. ഇതൊരു ഫ്രീക്വൻ്റായ, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പോയിൻ്റാണ്. ഇത് ഫ്രീക്വൻ്റ് ആണ്, ഇൻ്റർമിറ്റൻ്റ് പ്രോസസ്സാണ് അല്ലേ? ഒന്നിടവിട്ടുള്ള
ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള പ്രോസസ്സാണ്, സ്ഥിരമായിട്ടുള്ള എപ്പോഴും നടക്കുന്ന പ്രോസസ്സാണ്. അങ്ങനെയല്ലേ ഫോർമാറ്റീവ് എന്ന് പറയുമ്പോൾ അതല്ലേ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദറ്റ് ഈസ് ഫ്രീക്വൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറ്റ്. ആ ടേംസ് ഓർത്ത് വയ്ക്കുക. ഇറ്റ്സ് ഫ്രീക്വൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറ്റ്. ഓക്കെ. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റാണ് ടൂൾസ്. ഈ ഫോർമാറ്റീവ് ഇവാലുവേഷൻ നടത്താനുള്ള ടൂൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് ആസ്കിങ് ക്വസ്റ്റ്യൻ, ചോദ്യങ്ങൾ ചോദിക്കുക. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നടത്തുക, ഒബ്സർവേഷൻസ് നടത്തുക. ഓക്കെ. ഇതിലൂടെയൊക്കെ നമുക്ക് ഫോർമാറ്റീവ് ഇവാലുവേഷൻ, സംരചന മൂല്യനിർണ്ണയം സാധ്യമാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഫോർമാറ്റീവ് ഇവാലുവേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ FEയുടെ അല്ലേ, ഹെൽപ്സ് ടു മോട്ടിവേറ്റ് ദ കോൺഫിഡൻസ് ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തെ പ്രചോദിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഫോർമാറ്റീവ് ഇവാലുവേഷൻ കൊണ്ട്. അത് കുട്ടിയുടെ പഠന ഘടനയിൽ കുട്ടീനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രോസസ്സ് ഇല്ലെങ്കിൽ സംഭവിക്കും. 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടി, അല്ല വേണ്ട, ഇപ്പോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഈ പറഞ്ഞ പ്രോസസ്സൊന്നും നടക്കുന്നില്ല. 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ കുട്ടിയുടെ പാരൻസ് വന്നിട്ട് ടീച്ചറെ കൊങ്ങയ്ക്ക് പിടിക്കും അല്ലേ. അവിടെ നിൽക്ക് ടീച്ചറെ, എൻ്റെ കുട്ടി എങ്ങനെയാണ് തോറ്റുപോയത്? വീട്ടിൽ നിന്ന് കൃത്യമായി സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാ ദിവസവും രാവിലെ മുടി ജീവി, കണ്ണാടി ജീവി, പൗഡറൊക്കെ ഇട്ടിട്ടാണല്ലോ വന്നിട്ടുള്ളത്, നല്ല ഉഷാറിലാണല്ലോ വന്നിട്ട്, നല്ല താല്പര്യത്തോടു കൂടിയാണല്ലോ വന്നിട്ടുള്ളത്. എവിടെയും കുട്ടിക്കൊരു മടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് എങ്ങനെ എൻ്റെ കുട്ടി തോറ്റുപോയി? എനിക്കിപ്പോൾ ഉത്തരം കിട്ടണമെന്ന് ചോദിച്ചാൽ പെട്ടുപോയില്ലേ? പെടും. എന്ത് ചെയ്യണം? കുട്ടിയുടെ പഠന പ്രക്രിയയിൽ നടക്കേണ്ട ഇടയിൽ ഇൻ്റർമീഡിയൻ്റായിട്ട് ഫ്രീക്വൻ്റായിട്ട് നടക്കുന്ന ഇവാലുവേഷൻസ് നടത്തിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് കുട്ടിക്കും പാരൻസിനും ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ തോറ്റുപോവില്ല. ഈ ചോദ്യത്തിന് കേൾക്കാൻ അല്ലേ നമ്മൾ വിധിക്കപ്പെടില്ല. ഒരു മാസം കഴിയുമ്പോൾ ഇതുപോലെ ഒരു അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ നടത്തി കഴിയുമ്പോൾ, ഫോർമാറ്റീവ് ഇവാലുവേഷൻ നടക്കുമ്പോൾ കുട്ടി എവിടെയാണ് പ്രശ്നം, എന്താ പ്രശ്നം മനസ്സിലാവും. അത് മാറ്റി കറക്റ്റ് ചെയ്തിട്ട് കുട്ടീനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെയും അടുത്ത മാസം നോക്കും, അപ്പോൾ പിന്നെയും ചില മേഖലകളിൽ പുറകിലായിരിക്കും, ആ മേഖല കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിരന്തരമായ കറക്ഷനിലൂടെ മാത്രമേ, കോൺഫിഡൻസ് ഇമ്പ്രൂവ്മെൻറ്റിലൂടെ മാത്രമേ, അല്ലെങ്കിൽ മോട്ടിവേഷനിലൂടെ മാത്രമേ ഒരു കുട്ടീനെ നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. ഷിജി വന്ന പഠിക്കാനല്ലാന്നല്ലേ. ഓക്കെ. വിച്ച് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ പ്രോബ്ലംസ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ ലൈക്ക്. കുട്ടിക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാവുക, ആണോ? കുട്ടിക്ക് മാത്രമല്ല പ്രശ്നം, കുട്ടി ബാക്കിയെല്ലാ വിഷയത്തിലും പഠിക്കുന്നുണ്ട്, ഒരു പെർട്ടിക്കുലറായ ഒരു സബ്ജക്റ്റിൽ മാത്രം പഠിക്കുന്നില്ല. സൂക്ഷിക്കണം. നന്നായി പഠിക്കുന്ന കുട്ടി എല്ലാ വിഷയത്തിലും നല്ല മാർക്കുണ്ട്, ഒരു പർട്ടിക്കുലറായ സബ്ജക്റ്റിൽ മാത്രം കുട്ടിക്ക് മാർക്കില്ലെങ്കിൽ ആ ടീച്ചറൊന്ന് ആലോചിക്കണം, കുട്ടിക്കാണോ കുഴപ്പം, എനിക്കാണോ കുഴപ്പമൊന്നും. അപ്പോൾ ടീച്ചർക്കും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാം, ടീച്ചർക്കുള്ള കറക്ഷൻ കൂടി ആവാം. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയും, ഫോർമാറ്റീവ് ഇവാലുവേഷൻ ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ ദ സ്റ്റുഡൻസ് ബട്ട് ഓൾസോ ഫോർ ടീച്ചേഴ്സ്. പഠന രീതിയിൽ മാറ്റം, പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം അല്ലേ. ഇനി സ്റ്റുഡൻസ് പ്രോബ്ലം ക്യാൻ ബി കറക്റ്റഡ് ബൈ റെമഡിയൽ ടീച്ചിങ്. കുട്ടികൾക്ക് റെമഡിയൽ ടീച്ചിങ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് പഠന സംബന്ധമായ പ്രശ്നമാണ് മാത്രമല്ല, അതിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട, കുട്ടിയുടെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. പക്ഷേ അത് മനസ്സിലാക്കാൻ സാധിക്കണമെന്ന് മാത്രം. ടീച്ചേഴ്സ് പ്രോബ്ലംസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ഇംപ്രൂവിങ് ക്വാളിറ്റി. ടീച്ചറുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം? ടീച്ചറുടെ ക്വാളിറ്റി കൂട്ടിയിട്ട് പരിഹരിക്കാം. കുട്ടിയുടെ പ്രശ്നങ്ങളോ, നേരത്തെ പറഞ്ഞല്ലോ, ഈ എന്താ പറയുക, ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് പ്രോബ്ലംസ് ഓഫ് സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലവും ടീച്ചറുടെ പ്രോബ്ലവും കണ്ടെത്താൻ സഹായിക്കും. സ്റ്റുഡൻറ്റിൻ്റെ പ്രോബ്ലം റെമഡിയൽ ടീച്ചിങ് വഴി റെഡിയാക്കി എടുക്കാം, ടീച്ചറുടേതോ ഇംപ്രൂവിങ് ക്വാളിറ്റി വഴി. മനസ്സിലായില്ലേ? സ്റ്റുഡൻറ്റിൻ്റെ പ്രശ്നം എങ്ങനെ മാറ്റാം? സ്റ്റുഡൻറ്റിനും പ്രശ്നം ഉണ്ടാവും, ടീച്ചർക്കും പ്രശ്നം ഉണ്ടാവും. ടീച്ചറുടെ പ്രശ്നം ക്വാളിറ്റി കൂട്ടിയിട്ട് മനസ്സിലാക്കാം,
കറക്റ്റ് ചെയ്യാം, ടീച്ചർ ക്വാളിറ്റി കൂട്ടുക. സ്റ്റുഡൻസിൻ്റെത് കുട്ടിക്ക് റെമഡിയൽ കൃത്യമായ പരിഹാരം കൊടുക്കുക. എന്താണ് പ്രശ്നം നോക്കിയിട്ട് റെമഡിയൽ ടീച്ചിങ് വഴി പരിഹരിക്കാൻ സാധിക്കും. നമുക്കൊരു ചോദ്യം പരിശോധിക്കാം. ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞ എല്ലാവരും നോക്കട്ടെ, നമ്മളൊക്കെ ക്ലാസ്സിൽ തന്നെ ഉണ്ടോ എന്നുള്ളത്. ഉണ്ടാവും. ആരാ പ്രിൻഷ പരസ്യത്തിൻ്റെ കൂടെ പോയോ? 100 റുപ്യക്ക് 4 ലെഗിൻസ് കിട്ടുന്നുണ്ട്, അത് വാങ്ങിക്കാൻ പോയാ? ആ ദിവ്യ പോയിട്ട് പിടിച്ചോണ്ടിര്. എവിടെ ദിവ്യ വേണ്ട എൻ്റെ ക്ലാസ്? ദിവ്യ കുബേർ കുഞ്ചി ഓർഡർ ചെയ്യാൻ പോയി. ആ യെസ് സുജി പി. ജലജ പരസ്യം നമുക്ക് ഓഫാക്കി വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. യെസ്, എന്താ ഇതിൻ്റെ ആൻസർ? ഫ്രീക്വൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ആ പ്രയോഗം തന്നെ നോക്കി. ഇത് നിങ്ങൾ ചിലപ്പോൾ ഈ കോംപ്രഹെൻസീവ് ഇതുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചോണ്ട് കുഴപ്പമില്ല, ഇതല്ലാതെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ കോംപ്രഹെൻസീവ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടില്ല CCE ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ കൺഫ്യൂഷൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫ്രീക്വൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയൻ്റ് ആണ്, അത് ഫോർമാറ്റീവ് ആണ് ഇവിടെ കൂടുതൽ ശരിയായിട്ടുള്ള പ്രയോഗം കേട്ടോ. ഇത് കേട്ടിട്ടുള്ള മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി എന്താണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ? ആത്യന്തിക മൂല്യനിർണ്ണയം. ഓക്കെ, സമ്മേറ്റീവ് ഇവാലുവേഷൻ. The goal of summative evaluation is to evaluate student learning at the end, അതാണ് ഓർത്തിരിക്കേണ്ടത്, of the instructional unit by comparing it against some standard or benchmark. End of the സ്റ്റഡി പ്രോസസ്സിൽ അല്ലേ, പഠനത്തിൻ്റെ അവസാനത്തിലാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ നടത്തുക. അതിൻ്റെ പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറയുന്നത് റിട്ടൺ എക്സാം, പ്രാക്ടിക്കൽ പരീക്ഷ, വൈവ, പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. പോർട്ട്ഫോളിയോയും ഇതിൻ്റെ ഭാഗമാണ്, സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാവുന്ന ടൂളുകളാണ് അല്ലേ വിഷ്ണുപ്രിയ? എന്തൊക്കെയാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് ചോദിച്ചാൽ റിട്ടൺ എക്സാംസ് പറ്റും, പ്രാക്ടിക്കൽ, വൈവ, പോർട്ട്ഫോളിയോ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? ഹയർ ലെവൽ പ്രൊമോഷൻ, കുട്ടിക്ക് മറ്റൊരു ക്ലാസ്സിലേക്കുള്ള പ്രൊമോഷൻ. ഇനി വലിയൊരു കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ ഒരു ജോലി പ്ലേസ്മെൻറ്റ് കിട്ടാൻ ഈ സമ്മേറ്റീവ് ഇവാലുവേഷന് ശേഷമാണ് അല്ലേ, ആത്യന്തിക മൂല്യനിർണ്ണയത്തിന് ശേഷമാണ് പ്ലേസ്മെൻറ്റ്സുകൾ കിട്ടുന്നത്, അതുപോലെ സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നത്, ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ്, മെഷറിങ് ടാലൻസ്, കഴിവിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ കരാട്ടെ പോലെയുള്ള മാർഷൽ ആർട്സിലൊക്കെ കുട്ടിയുടെ അവരുടെ ടാലൻറ്റിനെ മെഷർ ചെയ്യുന്നത് ഒരു പരീക്ഷയുണ്ട് അല്ലേ, ഗ്രേഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ യെസ്, SSCക്ക് വേണ്ടിയിട്ടോ, SSCക്ക് വേണ്ടി ഇംഗ്ലീഷോ തീർച്ചയായിട്ടും ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇന്ന് മുതൽ നമ്മൾ ഈ ചാനലിന് LDC അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും PSCക്കും മൊത്തമായിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ഒരു സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചാനൽ ഫോളോ ചെയ്താൽ മതി, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, ഇനി കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ CCE, വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല. ഇതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക് കഴിഞ്ഞു. എന്താണ് CCE, കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ? ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് അപ്രോച്ച് ഓഫ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ്റെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് CCE. ഇന്ത്യയിൽ ഈ കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ CBSE, Central Board of Secondary Education, to assess the performance of the students in all perspectives for the holistic development of the students. കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ വികാസത്തിന് വേണ്ടിയിട്ട് CBSE, Central Board of Secondary Education ആണ് എന്ത് കൊണ്ടുവരുന്നത്? CCE കൊണ്ടുവരുന്നത്. With the enactment of the Right to Education Act, വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമായി CCE was introduced in the year 2009.
2009 CCE കൊണ്ടുവരുന്നത്. ഓക്കെ, 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഒരു പോയിൻ്റാണ്. അപ്പോൾ സ്റ്റാർ ഇട്ട് വെക്കുന്നതൊക്കെ സൂക്ഷിക്കുക. ഇനി CBSE കൊണ്ടുവരുന്നത് അതും പോയിൻ്റാണ്. It is a type of assessment wherein the students are assessed in all aspects of the like academics, games and sports, creativity, curricular and co-curricular activities and the development of academic skills. അക്കാദമിക് സ്കിൽസിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ, അത് കരിക്കുലർ ആവാം, കോ കരിക്കുലർ ആവാം. കരിക്കുലർ കോ കരിക്കുലർ മേഖലകളിലുള്ള കുട്ടിയുടെ വളർച്ചയാവാം, ഗെയിംസിലും സ്പോർട്സിലുമുള്ള കുട്ടിയുടെ മികവ് അക്കാദമിക്സിലും മാത്രമുള്ളതല്ല, കേവലം പാഠപുസ്തകത്തിലെ പഠനം മാത്രമല്ല, അതിൻ്റെ പുറത്തേക്കുള്ള സമഗ്രമായ പഠനമാണ്. തുടർച്ചയായിട്ടുള്ളതും സമഗ്രമായിട്ടുള്ളതുമായിട്ടുള്ള പഠനമാണ് CCE എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് CCE ആണ്. 2009 അത് നിലവിൽ വരുന്നത്. അപ്പോൾ എന്തിനൊക്കെയുള്ളതാണ്, എന്തൊക്കെയാണ് ഇവിടെ അസസ് ചെയ്യപ്പെടുന്നത്? അസസ്ഡ് ഇൻ ഓൾ ആസ്പെക്ട്സ് ലൈക്ക് അക്കാദമിക്സ്, ഗെയിംസ് ആൻഡ് സ്പോർട്സ്, ക്രിയേറ്റിവിറ്റി, കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എലോങ് വിത്ത് ഡെവലപ്പിംഗ് അക്കാദമിക് സ്കിൽസ്. അക്കാദമിക് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന സമഗ്രമായ മേഖലയിലും അത് എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ സമഗ്രമായ മേഖലയെയും ഗ്രോത്തിനെ അടിസ്ഥാനമാക്കിയാണ് CCE ഇപ്പോൾ നിലകൊണ്ടിട്ടുള്ളത്. ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് സിസ്റ്റം ഇസ് ടു മേക്ക് ദ സ്റ്റുഡൻസ് ടു സ്ട്രെസ് ഫ്രീ. പ്രധാനമായും കുട്ടീനെ സ്ട്രെസ് ഫ്രീ ആക്കുക എന്ന് പറയുന്ന ഉദ്ദേശമാണ് CCEക്കുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വരുമ്പോൾ ഇതൊക്കെ വന്നേക്കാം. ഇനി അടുത്തത് CCE സ്റ്റാൻഡ്സ് ഫോർ ദ സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ദറ്റ് കവേഴ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെൻറ്റ്. സ്റ്റുഡൻസിൻ്റെ സകല ഓൾ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ്, സമഗ്ര മേഖലയിലെ വികാസവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷനാണ് CCE അല്ലേ? ഷിജി ജിജീഷ്, നിരന്തരവും സമഗ്രവുമായത്. അതെ. ഇനി അടുത്തത് കണ്ടിന്യൂസ് സ്റ്റാൻഡ്സ് ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ത്രൂ ഔട്ട് ദി ഇയർ ബട്ട് നോട്ട് ജസ്റ്റ് as the end of the year. ഇത് വർഷത്തിൻ്റെ അവസാനത്തിൽ മാത്രമാണോ? അല്ല, ഇത് ത്രൂ ഔട്ട് ദ ഇയറിൽ നടക്കുന്ന പ്രോസസ്സാണ്. കണ്ടിന്യൂസ് മീൻസ്, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസിൽ CCEയിലെ CCE അതിൽ ഒരു C എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ത്രൂ ഔട്ട് ദ ഇയർ ആണ്. ത്രൂ ഔട്ട് ദ ഇയർ, നോട്ട് ജസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. കൊല്ലത്തിൻ്റെ അവസാനം മാത്രമുള്ള ഇവാലുവേഷൻ അല്ല. ഇനി കോംപ്രഹെൻസീവ്, അടുത്ത C എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് ആണ് അല്ലേ? CCE കോംപ്രഹെൻസീവ്. എന്താ ഈ കോംപ്രഹെൻസീവ് എന്ന് പറയുന്നത്? മീൻസ് ടേക്കിംഗ് കെയർ ഓഫ് ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് ആണ് ഓഫ് ചൈൽഡ് പേഴ്സണാലിറ്റി. കുട്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റിനെയാണ് കോംപ്രഹെൻസീവ് സൂചിപ്പിക്കുന്നത്. കോംപ്രഹെൻസീവിൻ്റെ കോംപ്രഹെൻസീവ് സൂചിപ്പിക്കുന്നത് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ്. കണ്ടിന്യൂസ് മീൻസ് തുടർച്ചയായിട്ടുള്ളത്, ത്രൂ ഔട്ട് ദ ഇയർ. ഓക്കെ. ദിസ് അസസ്മെൻറ്റ് ഈസ് ഡൺ അറ്റ് ദി സ്കോളസ്റ്റിക് ആൻഡ് കോ സ്കോളസ്റ്റിക് ഏരിയാസ്. സ്കോളസ്റ്റിക് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ ഇൻ്റലക്റ്റ് ഓർ ബ്രെയിൻ. കുട്ടിയുടെ ബുദ്ധിയും ബ്രെയിനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അതാണ് സ്കോളസ്റ്റിക് എന്ന് പറയുന്നത്. ഇറ്റ്സ് റിലേറ്റഡ് ടു ദ അസസ്മെൻറ്റ് ഓഫ് ലേണർ ഇൻ കരിക്കുലർ സബ്ജക്ട്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് അസൈൻമെൻറ്റ്സ്, പ്രോജക്റ്റ്, പ്രാക്ടിക്കൽ വർക്ക്. കുട്ടിയുടെ അങ്ങനെയുള്ള ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ടാണ് അസൈൻമെൻറ്റ്സും പ്രോജക്ട്സും പ്രാക്ടിക്കൽ വർക്കുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു സ്കോളാസ്റ്റിക് ആയിട്ടുള്ള ഒരു വികസനമാണ്. അതുപോലെ കോ സ്കോളാസ്റ്റിക് ആയിട്ടുള്ള മേഖല എന്താ? ഈ കോ സ്കോളാസ്റ്റിക് ദാറ്റ് റെഫേഴ്സ് ടു ദോസ് ആസ്പെക്ട്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ഹാൻഡ് ആൻഡ് ഹാർട്ട് അല്ലേ? നമ്മൾ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് നമ്മൾ ഹാൻഡ് ആൻഡ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അല്ലേ? അതായത് നമ്മുടെ പ്രവർത്തനവും ഫീലിങ്സുമായി ബന്ധപ്പെട്ടത്. ദിയർ ഹെൽത്ത് അവെയർനെസ് ആവാം, നീറ്റ്നെസ് ആവാം, റെഗുലാരിറ്റി, പങ്ക്ച്വാലിറ്റി, കോർപ്പറേഷൻ, സിമ്പതി, ഒബീഡിയൻസ്, വർക്ക്, ഡിസിപ്ലിൻ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ബുദ്ധി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, മതിയോ? ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മനുഷ്യൻ ഒരു ബുദ്ധിയുള്ള ജീവിയാണ്. ബുദ്ധി വേണം. ഇൻ്റലക്ച്വലായ ഡെവലപ്മെൻറ്റ്, എല്ലാത്തിനെ കുറിച്ചും ബുദ്ധി ഉണ്ടാവണം. മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യൻ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത്
നോളേജ്, ബുദ്ധി, അല്ല ഇൻ്റലക്ച്വൽ ബ്രെയിനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് കൊണ്ടുപോയിട്ട് ഹൃദയമില്ലാത്തവൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യും? ഹൃദയമില്ലാത്തവനാണ് ഈ ബുദ്ധി ഉള്ളതെങ്കിൽ പോയില്ലേ, അതുകൊണ്ടിട്ട് ആൾക്കാരെ മുഴുവൻ കൊന്നു കളയും. അപ്പോൾ എന്തുകൂടി വേണം? സിമ്പതിയും, അല്ലേ? അവന് ഹാർട്ടും ഹാൻഡും വേണം. അപ്പോൾ ഹാൻഡ് ആൻഡ് ഹാർട്ടുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ് വേണം. സ്കൊളാസ്റ്റിക് ആയിട്ടുള്ള, അല്ലേ, സ്കൊളാസ്റ്റിക് ആയിട്ടുള്ള, വെറും സ്കൊളാസ്റ്റിക് മാത്രം പോരാ, സ്കൊളാസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് കൂടി ഉണ്ടാവണം. രണ്ടും ഒരേ സമയം വികസിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയാണ് CCE. ഒരു ചോദ്യം തരാം, ഇതിനൊന്ന് ആൻസർ ചെയ്തേ. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്ത് നോക്കട്ടെ. ജുസൈന വളരെ ചെറിയ കുഞ്ഞാ, അത്ര ചെറുതൊന്നുമല്ല, നിസ്സാരക്കാരനൊന്നല്ല, ആൾ ഭീകരനാണ്. ഒരു കയ്യിലിരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിസ്സാരക്കാരനൊന്നല്ല. പിന്നെ പ്രായം ആകെ ഒരു 2-3 മാസമായി. അപ്പോൾ അത്ര ചെറിയ കുട്ടിയാണോ? അല്ല. യെസ്, the most significant approach of evaluation is evaluation ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അപ്രോച്ച്. ആൻസർ വരുന്നില്ലല്ലോ. ഇനി എനിക്കിവിടെ കാണാൻ പറ്റാത്തതുകൊണ്ടാണോ? എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്, സോറി. യെസ്, ഇവിടെ നമുക്കറിയാം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, അല്ലേ? ഗുഡ്. ഇത് കേട്ടിട്ട് 2020 ചോദിച്ച ഒരു ചോദ്യമാണ്. ഇനി മലയാളത്തിലൊരു ചോദ്യമാക്കാം നമുക്ക്. നിരന്തര വിലയിരുത്തലിനെ സംബന്ധിക്കുന്ന ശരിയായ ധാരണ ഏതാണ്? നിരന്തര വിലയിരുത്തലിനെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള ധാരണ ഏതാണ്? നിരന്തര വിലയിരുത്തലിനെ സംബന്ധിക്കുന്ന ശരിയായ ധാരണ ഏതാണ്? പഠന പ്രവർത്തനത്തോടൊപ്പം സ്വാഭാവികമായി നടക്കേണ്ടത്, ഓരോ ടേമിൻ്റെ ഒടുവിൽ നടക്കേണ്ടത്, റിപ്പീറ്റ് ചെയ്തുണ്ട് ഓപ്ഷൻ. കൃത്യമായ ടൈം ടേബിൾ തയ്യാറാക്കി നടത്തേണ്ടതുണ്ട്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല, അല്ലേ? തുടക്കത്തിൽ നമുക്ക് സംഗതി കിട്ടും. പഠന പ്രവർത്തനത്തോടൊപ്പം സ്വാഭാവികമെന്ന, ഇത് മലയാളം കേട്ടിട്ട് കാറ്റഗറി 1 മലയാളത്തിൽ ചോദിച്ചാണ്. പഠന പ്രവർത്തനത്തോടൊപ്പം സ്വാഭാവികമായിട്ട് നടക്കേണ്ടതാണ്. അത് വായിച്ചാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അല്ലേ? CCE എന്ന് പറഞ്ഞാൽ അതല്ലേ? യെസ്. അടുത്തത്, which is not a part of continuous assessment. കണ്ടിന്യൂസ് അസസ്മെൻ്റ് ഭാഗമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെൽഫ് അസസ്മെൻറ്റ്, ടേം ഇവാലുവേഷൻ, ക്ലാസ് ടെസ്റ്റ്, പിയർ അസസ്മെൻറ്റ്. കണ്ടിന്യൂസ് അസസ്മെൻ്റ് ഭാഗമല്ല. നിങ്ങൾ പറ. യെസ്, ഓപ്ഷൻ ബി, അല്ലേ? ടേമാണ്, ടേം. അപ്പോൾ അത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരില്ല. ആ ഒരു ടേം ഇവാലുവേഷൻ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമില്ല, CCE. ഒന്ന്, ഇത് കണ്ടിന്യൂസ് ആണ്, ഇത് കോംപ്രഹെൻസീവ് ആണ്, ഇത് ഇവാലുവേഷനാണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ റെഗുലർ ആണ് ആൻഡ് കണ്ടിന്യൂസ് ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ത്രൂ ഔട്ട് ദ ഇയർ ടു അച്ചീവ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ്. ത്രൂ ഔട്ട് ഇയർ ആണ്, അല്ലേ? ഇനി അടുത്തത് കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ സ്റ്റുഡൻസ് പ്രോഗ്രസ്
ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് ആണ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആർ യൂസ് ടു അസസ്, അല്ലെ, അസസ് ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത ടൂൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇവാലുവേറ്റ് ദ സ്റ്റുഡൻസ് പ്രോഗ്രസ്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ അങ്ങോട്ട് എഴുതുക ആദ്യം, എന്നിട്ട് അവസാനം ഞാൻ ആൻസർ കീ തരാം. എല്ലാവരും എഴുതിയ ഒരു കടലാസ് എടുത്തിട്ട് വാട്ട് ആക്ടിവിറ്റി ഈസ് മോർ ലൈക്ലി ടു ബി അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റി ഏതായിരിക്കും? ഓപ്ഷൻ എ, വെൻ ദ ടീച്ചർ റീഡ്സ് ദ സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് കറക്റ്റ്സ് ദ എറർ. Assessment as learning. When conducting class tests while studying, when the written test is conducted at the end of each unit, when children assess themselves and find better possibilities. വെരി ഗുഡ്. തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതന്നെ. ഈ ടേം എന്ന് പറയുന്നത് ടേം സമ്മേറ്റീവാണ്, അല്ലേ? സമ്മേറ്റീവിൻ്റെ ഭാഗമാണ് ടേം. യെസ്. അപ്പോൾ ഇവിടെ ആൻസർ ഒരു കടലാസിൽ എഴുതിയാലും മതി, ടൈപ്പ് ഇടുന്നില്ല, ഒരു കടലാസിൽ എഴുതി വെച്ചോളൂ. ഓക്കെ. പലതും പറയുന്നുണ്ട്. ചിലർ ഡി പറയുന്നുണ്ട്, ചിലർ എ പറയുന്നുണ്ട്, നോക്കാം. ചിലർ ബിയും പറയുന്നുണ്ട്. വെൻ കണ്ടക്ടിങ് ക്ലാസ് ടെസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി ഈസ് മോർ ലൈക്ലി ടു അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ആണ്. അടുത്തത് ആൻസർ കമൻറ്റ് ചെയ്തിലും കുഴപ്പമില്ല, നിങ്ങൾ കടലാസ് എഴുതിയാലും മതി. രണ്ടാമത്തെ ചോദ്യം, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഇൻക്ലൂഡ്സ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമാണ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ്. നന്നായിട്ട് വായിക്കൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അസസ്മെൻറ്റ് ബിഫോർ ഓർ ഡ്യൂറിങ് ആഫ്റ്റർ ദ ടീച്ചിങ് ലേണിംഗ്. 2 സെൽഫ് അസസ്മെൻറ്റ്. 3 ഫോർമൽ ആസ് വെൽ ആസ് ഇൻഫോർമൽ പ്രൊസീജിയേഴ്സ്. 4 ഫീഡ്ബാക്ക് ഫോർ സ്റ്റുഡൻസ് ആൻഡ് ദി പ്രോസസ് ഓഫ് ടീച്ചിങ് ലേണിംഗ്. സീറ്ററ്റിൻ്റെ ഒരു ചോദ്യമാണത്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്തൊക്കെയാണ് വരുന്നത്? അസസ്മെൻറ്റ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ്, അതായത് മുമ്പും അത് നടക്കുന്ന സമയത്തും ശേഷവുമുള്ള ടീച്ചിങ് ലേണിങ്ങിൻ്റെ അസസ്മെൻറ്റ് വരുമോ? സെൽഫ് അസസ്മെൻറ്റ് ഇതിൽ വരുമോ? ഫോർമൽ ആസ് വെൽ ആസ് ഇൻഫോർമലായിട്ടുള്ള പ്രൊസീജിയേഴ്സ് വരുമോ? ഫീഡ്ബാക്ക് ഫോർ സ്റ്റുഡൻസ് ആൻഡ് ദ പ്രോസസ് ഓഫ് ടീച്ചിങ്, അതിൻ്റെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഫീഡ്ബാക്ക്, സ്റ്റുഡൻസിനുള്ള ഫീഡ്ബാക്ക് ഇതിൽ വരുമോ എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു, ചോദ്യങ്ങളും ഞാൻ ഈ തരുന്ന 10 ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. അതുകൂടി നോട്ടിൻ്റെ ഭാഗമാണ്. ഞാൻ നോട്ട് പഠിച്ചിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിക്കേണ്ട, ഇതുകൂടി നോട്ടാണ്. അതിനാണ് ഇതിവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അഡീഷണൽ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, PSC റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ വിഭാഗത്തിൽ തന്നെ ധാരാളം ചോദ്യങ്ങൾ ആഡ് ചെയ്യും, നിങ്ങൾക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്യാം. പക്ഷേ ഈ സിലബസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ചോദ്യമാണത്. Which type of assessment is a part of classroom observation, discussion in the class and feedback of the student? അപ്പോൾ ഇവിടെ which type of assessment is a part of classroom observation? ക്ലാസ് റൂം ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ടുള്ളത്, ക്ലാസ്സിൽ ഡിസ്കഷൻ്റേത്, അതുപോലെ ഫീഡ്ബാക്ക്, സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ടുള്ളത്. ഓപ്ഷൻ എ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ബി, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. സി, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ഡി, ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ആൻസർ ലാസ്റ്റ് പറഞ്ഞുതരാം, ആൻസർ കീ തരാം. നിങ്ങളിപ്പോൾ ഒരു കടലാസിൽ ഇതിൻ്റെ ആൻസർ എഴുതി വെക്കുക കേട്ടോ. അടുത്തത്, ഒരു പാഠഭാഗത്തിൻ്റെ വിനിമയത്തിന് ശേഷം എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയ ഏതാണ്? അത് കേട്ടിട്ടിൻ്റെയാണ്. 2 പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. 2017 ചോദിച്ചിട്ടുണ്ട്, 2019 സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആത്യന്തിക വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. 5ാമത്തെ ചോദ്യം,
Teacher assesses students in each step when they conduct an experiment using water and kerosene to find out which one have more density. ഇതിൽ രണ്ടിൽ ഏതിനാണ് ഡെൻസിറ്റി കൂടുതൽ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ദിസ് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ്. അത് ഏത് തരത്തിലുള്ള അസസ്മെൻറ്റിലാണ് വരിക? ഒരു എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ? പഠനത്തിനിടയിൽ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് അതിൽ ഏതിനാണ് ഡെൻസിറ്റി എന്ന് കണ്ടെത്താൻ വേണ്ടി ജലത്തിൻ്റെ കെറോസിനിയിലെ അങ്ങനെ ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. ഇത് ഏത് തരത്തിലുള്ള അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ലേണിംഗ് ആസ് അസസ്മെൻറ്റ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ആറാമത്തെ ചോദ്യം, വിച്ച് അസസ്മെൻറ്റ് വിൽ ബി ഗിവൻ ടു ലേണേഴ്സ് ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻസ് റാദർ ദാൻ ആഫ്റ്റർ ഇറ്റ്സ് കംപ്ലീറ്റഡ്. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരം ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ആ കോഴ്സിന് ഇടയിൽ കൊടുക്കുന്ന അസസ്മെൻറ്റ് ഏതാണ്? ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ്, ഫോർമാറ്റീവ് അസസ്മെൻറ്റ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ്, പ്ലേസ്മെൻറ്റ് അസസ്മെൻറ്റ്. ഓക്കെ, ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ആസ് എ ടീച്ചർ, ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് വിച്ച് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ യു വുഡ് ചൂസ് ടു മോണിറ്റർ ദ പ്രോഗ്രസ് ഓഫ് ലേണിംഗ് ഓഫ് സ്റ്റുഡൻസ്? കുട്ടിയുടെ പഠനത്തിൻ്റെ പുരോഗതിയെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് ഇവാലുവേഷനാണ്? കേട്ടിട്ട് 2019 ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് ഫോർമാറ്റീവ് ഇവാലുവേഷൻ. മോണിറ്റർ ദ പ്രോഗ്രസ് അല്ലേ ഓഫ് ലേണിംഗ് ഓഫ് ദ സ്റ്റുഡൻസ്. അടുത്തത്, ഇവാലുവേഷൻ ഡൺ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ. ബോധനത്തിൻ്റെ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ഏത്? കേറ്ററ്റിൻ്റെ ചോദ്യമാണ് 2019. കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോർമാറ്റീവ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ജോണേ, നമുക്ക് സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ, ഒരു പ്ലാറ്റ്ഫോം, ഒരു മികച്ച പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് മറ്റൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചിന്തിക്കുന്നത്? എനിക്ക് ഏറ്റവും നല്ലൊരു സർവീസ് അതിലൂടെ തരാൻ സാധിക്കുമെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് നിങ്ങളുടെ വരുന്ന പരീക്ഷയിൽ മറ്റേതൊരു പ്ലാറ്റ്ഫോമിനേക്കാളും വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന, വലിയ രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് PSC റാങ്ക് ബുക്ക് മാറും. ഓക്കെ, PSC റാങ്ക് ബുക്ക് കേട്ടോ. നിങ്ങൾക്ക് ലക്ഷക്കണക്കിന്, അതായത് ആയിരക്കണക്കിനല്ല, ലക്ഷം എന്ന് പറയുമ്പോൾ അതിശയോക്തിയൊന്നുമില്ല. ഇപ്പോൾ ഏറെക്കുറെ 1,00,000-ഓളം ചോദ്യങ്ങളായിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ PSC റാങ്ക് ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, കഴിഞ്ഞ 1.5 വർഷമായി ഏകദേശം 1,50,000-ലധികം കുട്ടികൾ ഉപയോഗിച്ചു. 50,000-ലധികം ഉദ്യോഗാർത്ഥികൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ ജോൺ, യെസ്. ഇനി a system of school-based evaluation of students that covers all aspects of students' development. ഇത് 2019 മറ്റൊരു ചോദ്യമാണ്. ഷിജി, ഇടയ്ക്കിടയ്ക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോദ്യം മാറുന്ന അറിയില്ല. ഓപ്ഷൻ എ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, ഫോർമാറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് പ്രോഡക്റ്റ് ഇവാലുവേഷൻ. ലാസ്റ്റ് ചോദ്യത്തിലേക്ക് വരികയാണേ. which is not included in the student's portfolio as part of continuous assessment. നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായി കുട്ടികളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടാത്തത്. കേട്ടിട്ട് EVS ഫെബ്രുവരി 2019 ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എൻവിയോൺമെൻറ്റൽ സയൻസ് ഡയറി, സെമിനാർ റിപ്പോർട്ട്, പ്രോസസ് പെയർ ഓഫ് ടീച്ചിങ് മാനുവൽ, മോഡൽസ് പ്രിപ്പയർഡ് ബൈ സ്റ്റുഡൻസ്. ഇതൊക്കെ വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ എന്താ ചോദിച്ചത്? നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായി കുട്ടികളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? which is not included in the student's portfolio. ഇവിടെ എൻവിയോൺമെൻറ്റൽ സയൻസ് ഡയറി ഉണ്ട്, സെമിനാർ റിപ്പോർട്ട് ഉണ്ട്, പ്രോസസ്
ടീച്ചിങ് മാനുവൽ ഉണ്ട്. ഈ ടീച്ചിങ് മാനുവൽ എന്ന് കേട്ടാൽ തന്നെ സംഗതി മനസ്സിലാവില്ലേ? ടീച്ചിങ് മാനുവൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ആണോ? കുട്ടികളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിന്? ഇല്ല. അപ്പോൾ ആൻസർ കിട്ടി അല്ലേ? അത് തന്നെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസേഴ്സ്. ചോദ്യം 1 ഓപ്ഷൻ ഡി ആണ്. വെൻ ചിൽഡ്രൻ അസസ് ദംസെൽവ്സ് ആൻഡ് ഫൈൻഡ് ബെറ്റർ പോസിബിലിറ്റീസ്. ചോദ്യം 2 ഓപ്ഷൻ സി ആണ്. 1, 3, 4. മൂന്നാമത്തത് ബി അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. 4 അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. 5 അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. 6 ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. 7 ഓപ്ഷൻ ഡി ആണ് ഫോർമേറ്റീവ് വാല്യുവേഷൻ. അതുപോലെ 8 ബി സമ്മേറ്റീവ് ഇവാലുവേഷൻ. 9 കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാല്യുവേഷൻ CCE. ഓപ്ഷൻ 10ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. പ്രോസസ് പേ ഓഫ് ടീച്ചിങ് മാനുവൽ. ഓക്കെ, ഫുൾ കറക്റ്റാണോ? ഓക്കെ, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ കറക്റ്റ് അല്ലാത്തവർ ഒന്നും കൂടെ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ചോദ്യത്തിന് ഞാൻ സാധാരണ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് വിടാറാണ് പതിവ്. ഇവിടെ തരാൻ കാരണം ദിസ് ഈസ് പാർട്ട് ഓഫ് ദ സ്റ്റഡി നോട്ട്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ PSC റാങ്ക് ബുക്ക് ആപ്പ് കേട്ടോ. PSC റാങ്ക് ബുക്ക് ആപ്പിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്താൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവർ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്കിനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഇതിൻ്റെ ഒരു പരീക്ഷ ഉണ്ടാവും. ഇതിൻ്റെ പരീക്ഷയുടെ ലിങ്ക് നാളെ ഇന്നത് പഠിച്ചോളാം. നാളെ നമ്മുടെ സ്റ്റാഫ് റൂം എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് തരും. അതല്ലെങ്കിൽ സ്റ്റാഫ് റൂം എന്ന് പറഞ്ഞാൽ ടെലഗ്രാം ഗ്രൂപ്പാണ്. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൻ്റെ ഭാഗത്ത് പിൻ ചെയ്ത് വെക്കും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ കഴിഞ്ഞ് നാളെ എന്ത് ചെയ്താൽ മതി, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എല്ലാ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ പരീക്ഷ ഉണ്ടാവും. ആ മോഡൽ പരീക്ഷയുടെ ലിങ്ക് അതത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് ഒറ്റ ക്ലാസ്സിൽ ടോപ്പിക് കഴിഞ്ഞ് ഇനി പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് എല്ലാവരും ചെയ്യണം. നാളെ വൈകുന്നേരം ആവുമ്പോഴേക്ക് ഞാൻ എക്സാമിൻ്റെ ലിങ്ക് അവിടെ പിൻ ചെയ്ത് വെക്കാം. LDCയുടെ ബാച്ച് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇതേ ചാനലിൽ തന്നെയാണ്. ഈ ചാനൽ ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഓക്കെ അല്ലേ? PSC റാങ്ക് ബുക്കിൽ ഈ നോട്ട് ഇപ്പോൾ തന്നെ